ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്. അല്ലെങ്കിൽ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. വെൽക്കം ഗൈസ്, വെൽക്കം. നിങ്ങൾ ആദ്യമായിട്ട് ഈ പോഡ്കാസ്റ്റ് കാണുന്നെങ്കിൽ യു ഗൈസ് ആർ അപ്പ് ഫോർ എ റൈഡ്. എന്താ പറയാനുള്ള, ഞങ്ങളിവിടെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സ്, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷൻസ്, ചിലവർക്ക് കോൺസ്പിറസി തിയറീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച്. പക്ഷെ എന്തായാലും ഞങ്ങളിവിടെ ഐഡിയാസും നോളജും ഞങ്ങൾക്ക് കിട്ടുന്നത് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റും. അതിനുപരി മെയിൻ സ്ട്രീം മീഡിയ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അത് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ ദ ഇൻക്രെഡിബിൾ സപ്പോർട്ട് കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ. സത്യം, ലവ് യു. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആവണമെന്നില്ല. ഞങ്ങൾ എല്ലാ എപ്പിസോഡിന് തുടക്കം പറയുന്ന പോലെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ CBSE പഠിച്ച കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ, അതല്ലാതെ ഈ ലോകത്ത് എന്ത് നടന്നാലും അത് സത്യമല്ല എന്ന് പറയുന്നവരാണെങ്കിൽ അവർക്കുള്ള പോഡ്കാസ്റ്റ് അല്ല ഇത്. എന്താ പറയുന്നത്, ചിലവർക്കത് കോൺട്രവേഴ്സീസ് ആവാം, ചിലവർക്കത് സത്യമാവാം. നമുക്ക് നോക്കാം. നിങ്ങളുടെ റിസർച്ച് ചെയ്യുന്നവർക്ക് ഒരു റിസർച്ച് മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് ഈ പോഡ്കാസ്റ്റിനെ കാണുക. എല്ലാ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പറയും വി ഹോപ്പ് വി ആർ റോങ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും വിഷമവും പലർക്കും പ്രശ്നങ്ങളും പലർക്കും ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ സത്യമായിരിക്കാം, സത്യമായിരിക്കില്ലായിരിക്കും. നിങ്ങളത് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇട്ട് തരികയാണ്. ഞങ്ങളൊരു സീഡ് മാത്രമേ തരുന്നുള്ളൂ. അത് വളർത്തി പ്ലാൻ ചെയ്യേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങളൊരു പാത്ത് ഓഫ് എൻലൈറ്റ്മെന്റിനകത്തൊക്കെ ആണെങ്കിൽ മേ ബി ഈ ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻലൈറ്റ്മെന്റ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നതെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. നാട്ടില് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളില് വർഷങ്ങളാ ഒരു ട്രഡീഷൻ കണക്കാ പോസ്റ്റ് എലക്ഷൻ കോൺഫ്ലിക്ട്. ഇലക്ഷൻ എന്നുണ്ടാവും അതിന്റെ പിറ്റേന്ന് ആടിയും വെട്ടും കുത്തും ഒക്കെ ആരെങ്കിലും ഒക്കെ തീരും. അതെ, അത് പ്രത്യേകിച്ച് ഈ പീസ് മേക്കേഴ്സ് എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ ടീം എല്ലാം കൂടെ നമ്മുടെ സുവേന്ദു അധികാരി എന്ന് പറയുന്ന അവിടെ ഒരു BJP ലീഡർ ഉണ്ട്. അപ്പൊ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് പിറ്റേന്ന് തന്നെ പുള്ളിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പോയിന്റ് ബ്ലാങ്കിൽ ഷോട്ട് ഡെഡ്. ചിലവര് പറയുന്നത് അത് പുള്ളിക്കാരനെ എയിം ചെയ്തതാണെന്നും പറയുന്നു. അത് മാത്രമല്ല, പുള്ളിക്കാരനെ എയിം ചെയ്തതാന്ന് പറയുന്നുണ്ടെങ്കിലും 3 വെടി പുള്ളിയുടെ തലക്കാണ് കൊണ്ടത്. സോ ഇറ്റ് വാസ് ഇന്റൻഷണൽ. എന്ന് വെച്ചാൽ 3 വെടി മുഖത്താണ് കിട്ടിയത്. അപ്പോഴേ മരിച്ചു. ഏകദേശം ഒത്തിരി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജില്ലകളിൽ അവിടെ എപ്പോഴും കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഈ കേരളത്തിലാണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുക, മെയ് 4 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മളുടെ VD സതീശൻ അല്ലെങ്കിൽ നമ്മളുടെ രമേശ് ചെന്നിത്തലയുടെ ടീം വന്ന് പിണറായി വിജയനെ വെടിവെക്കുക അല്ലെങ്കിൽ തിരിച്ചു വെടിവെക്കുക, ആ ഒരു രീതിയിലുള്ള സംഭവമാണ് വെസ്റ്റ് ബംഗാൾ നടന്നത്. എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് വെടിവെച്ച് കൊന്നത് കൊണ്ടാണോ ഈ സംസ്ഥാനത്ത് ഇത് ന്യൂസ് വരാത്തതെന്ന് അറിയത്തില്ല. അതിന്റെ ഒരു ഡൗട്ട് കൊണ്ട് മാത്രമാണ് ഇത് ആദ്യമേ തന്നെ പറയുന്നത്. നിങ്ങൾ അത് പോയി ചെക്ക് ചെയ്യുക. DMC ഭയങ്കര പീസ് മേക്കേഴ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ തോറ്റു കഴിയുമ്പോൾ അവർ എല്ലാ ലീഡേഴ്സിനെ നേരത്തെ പിടിച്ചു കൊല്ലും. ഭയങ്കര വയലൻസ് ആട്ടോ, ഇറപ്റ്റഡ് വയലൻസ്. എനിക്ക് ആ TMCയിലെ ആ ലീഡറിന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞാൻ ബാഡായി. കാരണം പുള്ളിക്കാരി പറഞ്ഞത് 8 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം, ഈവനിങ് കഴിഞ്ഞ ശേഷം ഈ സംസ്ഥാനത്ത് പെണ്ണുങ്ങൾ വെളിയിൽ ഇറങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു CM ചീഫ് മിനിസ്റ്റർ ആണ്. അവരെയാണ് തോപ്പിച്ചത്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു റേപ്പ് നടന്നു. ഇപ്പൊ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല, സെക്യൂരിറ്റി അലിഗേഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും PM അഡ്രസ് ചെയ്ത രീതി ഇതാ. 8 മണി കഴിഞ്ഞ എന്തിനാ പെൺപിള്ളേരെ പുറത്തിറങ്ങണം. പക്ഷെ അതിന്റെ മാസം എന്താ അറിയോ, പുള്ളിക്കാരിയുടെ അമ്മ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു. ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ അമ്മ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു. അതെ. പിന്നെ എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാളിൽ ഒരു കുട്ടിപ്പുലിനെ അങ്ങോട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. IPS അജയ് പാൽ ശർമ്മ എന്നാ പറയുന്നത്. പുള്ളി ഇന്ത്യയുടെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. പുള്ളി കഴിഞ്ഞ 9 മാസത്തിൽ 200 പേരെയാണ് വെടിവെച്ച് കൊന്നത്. പുള്ളിയുടെ ജോലി ഇതാണ്, IPS ആണ്. അതെ, നോൺ റെക്കോർഡ്സ് അല്ല, നമ്മൾ റെക്കോർഡിക്കലായിട്ടുള്ള സാധനം. അയാളുടെ ലൈഫിൽ മൊത്തത്തും കൂടി 500+ എൻകൗണ്ടേഴ്സ് ആണ് നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പുള്ളിയെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹോം മിനിസ്റ്റർ എടുത്ത് അങ്ങോട്ടേക്ക് വെക്കും. എന്ന് പറഞ്ഞാൽ കണാ കുണ ഷുണാ പുണ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് തോക്കെടുത്ത് വെടിവെക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഈ നമ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു 500 പേരെയാണ് പുള്ളി കൊന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. പോലീസുകാരനാണ്. പുള്ളിയുടെ ജോലി ഒന്നുമില്ല, കൊല്ലുക, വെടിവെച്ച് കൊല്ലുക. നമ്മുടെ നോൺ നമ്പേഴ്സ്. അപ്പൊ ഒറിജിനൽ നമ്പേഴ്സ് പീഡിപ്പിക്കുന്നവരെ കൊല്ലും, ആന്റി നാഷണൽ സെന്റിമെന്റ്സ് ഉള്ളവരെ കൊല്ലും, പെണ്ണുങ്ങളെ പിടിക്കുന്നവനെ കൊല്ലും, രാഷ്ട്രീയക്കാരെ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോൾ ഇമാതിരി പരിപാടിയൊക്കെ നിങ്ങൾ ഏതെങ്കിലും മലയാളികൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇമാതിരി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വെടികൊള്ളണ്ടെങ്കിൽ ചെയ്യണ്ട. സത്യം. പിന്നെ അടുത്തൊരു നൈസ് ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ
സ്വർണം കെട്ടോ നാരപ്പ സഖാക്കള് മാത്രമല്ലെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ അലിഗേഷൻസ് ആണ് ഇത്. BJPക്കെതിരെ 550 കോടി രൂപ വില വരുന്ന സ്വർണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കട്ടുവരുത്. ഞാൻ ഇത് ജസ്റ്റ് ബ്രീഫ് ആയിട്ടാ പറഞ്ഞു തന്നുള്ളൂ, കാരണം ഇത് അലിഗേഷൻ ആണെങ്കിലും അതൊരു ഇപ്പൊ ന്യൂസ് ആയിട്ട് BJP ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ പവറിൽ വന്നിരുന്ന ആളുകൾ ആരാന്നും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 550 കോടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്തുനിന്ന് കട്ടിട്ടുണ്ടെന്ന് പറയുന്ന ഭയങ്കര പത്രസമ്മേളനവും വാർത്തയൊക്കെ വരുന്നുണ്ട്. കേസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. റിസൾട്ട് എന്താണ്, കള്ളത്തരമാണോ അതോ ഇത് പ്രൊപ്പഗാൻഡയാണോ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പക്ഷെ സംതിങ് ഹാപ്പൻഡ്. അലിഗേഷൻസ് ഉറപ്പില്ല, പക്ഷെ റേസ് ചെയ്ത അമ്പല കമ്മിറ്റി ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ തന്നെ ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഉണ്ട്. 2020 നിങ്ങൾക്ക് ഓർമ്മ കാണും, കൊറോണ വൈറസ് പോലെ. അപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അത് എത്രത്തോളം പേടിക്കണം എന്ന് എനിക്കറിയത്തില്ല. ഹാൻഡ വൈറസ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഔട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചത് കൊറോണ വൈറസ് പോലെ പുതിയൊരു വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ക്രൂസ് ഷിപ്പിലാണ്. ക്രൂസ് ഷിപ്പിൽ ധാരാളം പേര് താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഷിപ്പിനകത്ത് 100+ ഉണ്ട് ഇപ്പോൾ. അതെ, ഹാൻഡ വൈറസ് HANTA വൈറസ് എന്ന് പറഞ്ഞൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. 3 പേര് മരിച്ചു. ഇത് മനുഷ്യൻ ടു മനുഷ്യര് പെട്ടെന്ന് പടരുകയും അത് മരിക്കുകയും ചെയ്യുന്ന വൈറസ് ആയതുകൊണ്ട് ആ ഷിപ്പ് വെസ്റ്റ് ആഫ്രിക്കയുടെ കോസ്റ്റിൽ വന്നിട്ടുണ്ട്. ഒരു രാജ്യങ്ങളും അതിനെ ഡോക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സമ്മതിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം മുഴുവൻ പടരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഷിപ്പിലോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കോണ്ടാക്റ്റും നടക്കുന്നില്ല. റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമല്ല 3 പേര് അതിൽ മരിച്ചു, ഒത്തിരി പേര് അതിൽ ഇല്ലായിട്ടുണ്ട്. മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ WHO എല്ലാം പോലെ ഇത് അയച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, വി ആർ ഒബ്സർവിങ് ദ സിറ്റുവേഷൻ എന്നിട്ടിട്ടുണ്ട്. അപ്പോ വേറെ എന്താണ് വെസ്റ്റ് ആഫ്രിക്ക പിടിച്ചിട്ട് അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ അങ്ങനെ കിടക്കുക, കപ്പല് കടലിൽ കിടക്കുക, അടുത്തോട്ട് വരാൻ സമ്മതിക്കത്തില്ല, ഒരു രാജ്യവും സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം നടക്കുക. പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, കുറേ പേര് പറയുന്നത് ഇത് പ്രൊപ്പഗാൻഡയാണ്, കോവിഡ് ഇൻഡ്യൂസ് ചെയ്ത പോലെ പുതിയൊരെണ്ണം ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്, ആളുകളെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അപ്പം ഞാൻ അതിനെപ്പറ്റി 2 മിനിറ്റ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, കൊറോണ വൈറസിൻ്റെ ക്വാറന്റീൻ WHO പ്രഖ്യാപിച്ചത് മെയ് 20-നാണ്. മനസ്സിലായോ? മെയ് 20-നാണ് ഈ ക്രൂസ് ഷിപ്പിനകത്തും വൈറസ് വന്നത്. കോയിൻസിഡൻസ് ആണോ മനഃപൂർവ്വമാണോ ഇതൊരു എന്താ പറയുന്നത്, ഫോർഷാഡോയിങ് ആണോ എന്നൊക്കെ നിങ്ങളതൊന്ന് അന്വേഷിച്ച് നോക്കുക. ഹാൻഡ വൈറസ് ഔട്ട് ബ്രേക്ക് ഷിപ്പ് എന്നൊന്ന് ഗൂഗിളിൽ നോക്കുക. സംതിങ് ഫിഷി സംവെയർ സംതിങ് എന്നുള്ള പരിപാടി എനിക്കത് മനസ്സിലായി. എന്തായാലും വാക്സിൻ ഒക്കെ ഇപ്പൊ ഉടനെ വരും, എടുത്തില്ലെങ്കിൽ മൂഞ്ചും, അത് വേറെ കാര്യം. അത് വേറെ കാര്യം. എന്തായാലും ഗൈസ്, അടുത്ത നമ്മുടെ ഇന്ത്യയിലെ ഒരു ഡോക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു വലിയ ഡോക്ടർ സയ്യിദ് അഹമ്മദ് മൊയ്തീൻ വളരെ കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് മാസ് പ്രൊഡക്ഷൻ ഓഫ് റെസിൻ പോയിസൺ. പുള്ളി വളരെ കഷ്ടപ്പെട്ട് ഡിഗ്രിയൊക്കെ എടുത്ത് റെസിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈനൈഡിനെ കാട്ടിയും 400 ടൈംസ് പെട്ടെന്ന് ആളുകളെ കൊല്ലാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കഷ്ടപ്പെട്ട് പുള്ളിയുടെ ഭാര്യയും കൂടെ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സയ്യിദ് അഹമ്മദ് മൗദീന് ഒരു വലിയ പുരസ്കാരം കൊടുക്കണമെന്നും ഹൈദരാബാദിലെ ഹോസ്പിറ്റലിന് ഇതിനെ സപ്പോർട്ട് ചെയ്തതിന്, അത് പുള്ളിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈയിൽ റെസിൻ കലക്കി കൊടുക്കാനുമായിരുന്നു. ഇയാളുടെ കോണ്ടാക്റ്റിൽ നിന്നും ഫോണിൽ നിന്നും ISISന്റെ വലിയ ലിങ്കുകൾ തൂക്കിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമ്മളുടെ ഇവിടുത്തെ ന്യൂസിൽ വരത്തില്ല. അത് പുള്ളിയുടെ പേരങ്ങനെ ആയതുകൊണ്ടോ ആണെന്ന് അറിയത്തില്ല, പുള്ളിയുടെ സ്ഥലം കേരളം അല്ലാത്തതുകൊണ്ടാണെന്നോ അറിയത്തില്ല. കേരളത്തിനകത്ത് എന്തെങ്കിലും വന്നാൽ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഈ ന്യൂസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ജസ്റ്റ് സെർച്ച് ചെയ്തോ, ഈ മാസത്തെ എത്രാമത്തെ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഡെഫിനറ്റ്ലി ഓരോ ദിവസവും തൂക്കുകയാണ്. എനിക്കിത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ദേവി ഇത് എന്താ പറയുന്നത്, പ്രൊപ്പഗാൻഡയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും പറയരുത്. ഞാൻ കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു 20 ന്യൂസിൽ നിന്ന് ഒരെണ്ണമാണ് പറയുന്നത്. ഇപ്പൊ ഈ സയ്യിദ് അഹമ്മദ് മൊയ്തീന്റെ കൂടെ തന്നെ ഈ ആഴ്ച 4 പേരെ വേറെ NIA തൂക്കിയിട്ടുണ്ട്. ഒരെണ്ണേ പറയുന്നുള്ളൂ. എല്ലാം കൂടെ പിടിച്ചാൽ നിങ്ങൾ ഇത് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇതൊന്ന് ആലോചിക്കുക, ഈ മാസം ഇത് എത്രാമത്തെ ന്യൂസ് ആണെന്ന്. ദേ ആർ പ്ലാനിങ് ടു ഡിസ്ട്രോയ് അസ്, പാകിസ്ഥാനീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പവേഴ്സ്, ISIS. അത്രയ്ക്കുള്ള നമ്മുടെ ബ്രീഫ് ന്യൂസ് സെഷൻ. നമുക്ക് ലെറ്റ്സ് ഗോ ഓൺ ടു ദ ടോപ്പിക്.
അപ്പം ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു ബ്രീഫ് സാധനം എന്ന് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 3 ലോവർ ചാക്ര സിസ്റ്റംസ്, നമ്മുടെ ചാക്ര 1, ചാക്ര 2, ചാക്ര 3 ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് പഠിച്ചു ഓപ്പണിംഗ് ചാക്രാസ്, നമ്മുടെ ചാക്ര നെറ്റ്വർക്ക്സ് ഓപ്പൺ ചെയ്യുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നും അതൊരു ഇറിവേഴ്സബിൾ പ്രോസസ്സാണെന്നും നമ്മൾ പഠിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ആ പാത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ രീതികളും യൂണിവേഴ്സും മൊത്തത്തിൽ മാറി മാറി വരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. അത് മാത്രമല്ല ഇതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ചാനലാണിത്. കുറേ വലിയ നന്മമരങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട്, ഇത് ഷെയർ ചെയ്യാൻ പാടില്ല, വാഴയ്ക്കാണ് തേങ്ങയാണെന്ന്. ഗൈസ്, നിങ്ങൾക്കിത് അറിയാത്തത് കൊണ്ടാണ്. ഞാനും ഇതുപോലെ ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് കുറേ സഫർ ചെയ്തതാണ്. സം പാർട്ട് ഓഫ് മീ വാസ് ആക്സിഡൻ്റ് ആയിട്ട് ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആയിട്ട് എനിക്കിത് എന്താണെന്ന് അറിയാതെ സഫർ ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ്. ഞങ്ങളൊരു പ്രൊഫഷണൽസ് അല്ല, ഇതൊരു മെഡിക്കൽ ഒപ്പീനിയൻ സംഭവങ്ങളൊന്നും ആയിട്ട് എടുക്കണ്ട. ജസ്റ്റ് 2 ഗൈസ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അതെ. അപ്പം നിങ്ങളത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാർട്ട് 2 തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. ഈ ചാക്ര അതാണ് ഇതാണ് വാഴയ്ക്കാണ് എന്നൊന്നും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ദിസ് ഇസ് ജസ്റ്റ് ഫിസിയോളജിയാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഇപ്പം ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മരുന്ന് വെക്കാം, അതിനകത്ത് ബാൻഡേഡ് കെട്ടാം, അതിനകത്ത് തുപ്പൽ നക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. പല രീതികളുണ്ട്. എന്ത് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അല്ലാതെ മുറിവിനകത്ത് തുടരുത്, ചിലപ്പോൾ മുറിവ് പഴുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യും, ഈ ചാക്രാസ് അല്ലെങ്കിൽ ചാക്രാസിനെ ഓപ്പൺ ചെയ്യുന്നത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ഇത് എന്തിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഹൗ എന്നുള്ള കാര്യം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമ്മളെ ഇത് നശിപ്പിക്കുമോ, നമ്മളിത് സഹായിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നൊരു എപ്പിസോഡാണിത്. അപ്പം ഈ എപ്പിസോഡിൽ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ ചാക്രാസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ എൻറ്റയർലി ഡിഫറെൻറ്റ് സാധനമാണ്, വേറൊരു റെലത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഈ ഫസ്റ്റ് പാർട്ട് കേൾക്കാതെ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചാക്രാസ് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊന്നുമല്ല പഠിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യാനും ഇതിനെപ്പറ്റിയുള്ള നോളജും ഷെയർ ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെയും തുടങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 3 ചാക്ര സിസ്റ്റം നമ്മൾ പഠിച്ചു. മൂലധാര പഠിച്ചു, സ്വാധിഷ്ഠാന പറഞ്ഞു, അതുപോലെ മണിപ്പുര ചാക്രയെ പറ്റി പറഞ്ഞു. ഈ 3 എണ്ണവും നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് അലൈൻ ചെയ്ത സാധനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ വേൾഡ്, നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ സ്ട്രെങ്ത്, നമ്മുടെ പവർ, നമ്മുടെ സെക്ഷുവൽ എനർജി, നമ്മുടെ സർവൈവബിലിറ്റി, നമ്മളുടെ അല്ലാത്ത എനർജി, ഇതിനെ പറ്റിയല്ല, എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുന്ന എപ്പിസോഡായിരുന്നു കഴിഞ്ഞത്. ഇത്രയും സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫിലൊരു ബാലൻസ് വരത്തുള്ളൂ. നമ്മളുടെ എനർജീസും നമ്മളുടെ പവറും സ്ട്രെങ്ത്തും സർവൈവബിലിറ്റിയും എല്ലാം സെറ്റായി കഴിഞ്ഞാലേ നമുക്ക് ലൈഫിൽ ബാലൻസ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ ഇതൊരു ചാക്ര സ്കൂൾ സിലബസ് പോലെ എടുക്കുകയാണെങ്കിൽ, ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അല്ലെങ്കിൽ ക്ലാസ് 1, ക്ലാസ് 2 പോലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു ആൽഫബറ്റ്സ് റീഡ് ചെയ്യാൻ പഠിച്ചു ഫസ്റ്റ് ചാക്ര. രണ്ടാമത്തെ ചാക്ര പഠിച്ചപ്പോൾ നമ്മൾ വേർഡ്സ് ഫോം ചെയ്യാൻ പഠിച്ചു. മൂന്നാമത്തെ ചാക്ര പഠിച്ചപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടി. നമ്മൾ സെൻറ്റൻസുകളൊക്കെ ഫോം ചെയ്ത് കുറച്ച് ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് തുടങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ കവിത എഴുതാൻ തുടങ്ങും, നമ്മൾ കവിതയ്ക്ക് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ ഇനിയുള്ള പ്രോസസ്സുകൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് വേണ്ടുന്നതല്ല, ഇനിയെല്ലാം നമ്മളുടെ സ്പിരിച്വൽ ബോഡിക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്പിരിച്വലോ ഇതെന്താണ് സംഭവം, ബോഡിയോ? യെസ്, നമുക്ക് യഥാർത്ഥത്തിൽ 2 ടൈപ്പ് ഓഫ് ബോഡി ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ബോഡിയും, 2 സ്പിരിച്വൽ ബോഡിയും. അപ്പോൾ ഈ സാധനം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ഈ വേദിക് നോളജിൽ ആത്മൻ എന്നൊക്കെ പറയുന്നത് അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ പല കൾച്ചേഴ്സിലും ഇതിനെപ്പറ്റി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യോഗിക് കൾച്ചറിൽ ഇതിനെ പറയുന്നത് പ്രാണായാമ കോശ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീര എന്ന് പറയും. സൂക്ഷ്മ ശരീര എന്നൊക്കെ പറയുന്ന സാധനമാണ്. ബുദ്ധിസത്തിലും ഇതിനെപ്പറ്റി തന്നെ പറയുന്നുണ്ട്, സട്ടിൽ ബോഡി അല്ലെങ്കിൽ ബിയോണ്ട് ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി എന്നൊക്കെ പറയുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ പുള്ളിയുടെ തലയിൽ പിടിച്ച് ഒരു തട്ട് കെട്ടുമ്പോൾ വേറൊരു ബോഡി വന്നിട്ട് ഫിസിക്കൽ ബോഡിയെ നോക്കുക. അപ്പം അതിനെ പറ്റിയാണ് പറയുന്നത്. ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ ഏൻഷ്യൻ്റ് ഈജിപ്റ്റുകൾ ഇതിനെ പറയുന്നത് കാ എന്നാണ്, എന്ന് പറഞ്ഞാൽ ലൈഫ് ഫോഴ്സ് ബോഡി. ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്പിരിച്വൽ ബോഡി എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. സ്പിരിച്വൽ ബോഡി, സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്ന ടെക്സ്റ്റുകൾ പൗലീൻ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. ബൈബിൾ അല്ല, പൗലീൻ ടെക്സ്റ്റ്. അത് ക്രിസ്ത്യൻ മിസ്റ്റിസിസം കൾച്ചറിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കൾച്ചറാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിൽ നിന്ന് വരുന്ന കൾച്ചേഴ്സ്, ഇവരെല്ലാം പറയുന്നത് ഹ്യൂമൻ ബോഡിയുടെ ഒരു സ്ട്രക്ചറിനെ പറ്റിയും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു ബോഡിയെ പറ്റിയുമാണ്. അപ്പോൾ ഇത്രയും പേര് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ബിലീഫ് അല്ല. എന്ന് പറഞ്ഞാൽ പല കോണ്ടിനെൻറ്റിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അത് റിവോൾവ് ചെയ്തുണ്ടാക്കിയ അറിവുകളാണ്. ഇത് യഥാർത്ഥത്തിൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയ സയൻസാണ്. ആ സയൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ബോഡി ഇല്ല, എനിക്ക് എൻ്റെ മനുഷ്യ ശരീരം മാത്രമേ ഉള്ളൂ, ഞാൻ NCERT-യിൽ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നവരാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഡ്രീംസ് എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ബോഡി ചത്ത പോലെ മലച്ച് അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റും ഡ്രീംസിനകത്ത്. നിങ്ങൾക്ക് വിഷമവും സന്തോഷവും ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി ഇതൊന്നും അറിയുന്നോ കേൾക്കുന്നോ പോലുമില്ല. സോ എന്തൊക്കെയോ നിങ്ങളെന്ന് പറയുന്ന സാധനം ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? ലൂസിഡ് ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രീമിൽ ഇറങ്ങി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രീമിൽ നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, എനിക്ക് എങ്ങോട്ടാണ് പോകാൻ പറ്റുന്നതെന്ന് കൺട്രോൾ ചെയ്യുന്ന ഡ്രീംസിനെ നമുക്ക് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയാൻ പറ്റാം. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ ബോഡി ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെയാണ്, എന്തിനെയാണ്, എങ്ങനത്തെ ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ചിലവർക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാവാം, ചിലവർക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്, ചിലവർക്ക് ട്രോമ, ചിലവർക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റുകൾ, ചിലവർ ഡീപ്പ് മെഡിറ്റേഷനിലൊക്കെ പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നല്ലാതെ വേറെ എന്തോ കാര്യത്തിന് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. എറ്റേണൽ ബ്ലിസ് എന്നോ എക്സ്റ്റസീന്നോ ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ശരീരമല്ലാതെ വേറൊരു സാധനം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ സംതിങ്ങിനെയാണ് എല്ലാവരും പണ്ടത്തെ കാലങ്ങളെല്ലാം എഴുതി വെച്ചേക്കുന്ന സാധനം. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മാംസമായ ബോഡിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഡ്രീംസും മെഡിറ്റേഷനും ഒക്കെ. അപ്പോൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടന്നാലും നമുക്കിതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. ആ സംഭവത്തിനെയാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ബോഡി എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലാലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ആ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ആ സാധനത്തിനെ പറ്റി കൂടുതൽ പറയുകയാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഫസ്റ്റ് 3 ചാക്രാസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളുടെ എക്സിസ്റ്റൻസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഫിസിക്കാലിറ്റി, നമ്മളുടെ ജീവിതം ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള 3 സാധനങ്ങളാണ് 3 ചാക്രാസ്. പക്ഷെ അടുത്ത ചാക്ര, 4ാമത്തെ ചാക്ര എന്ന് പറയുമ്പോൾ നിങ്ങളെ സർവൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ചാക്രയല്ല. 4th ചാക്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ചാക്രയാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. അതുപോലെ തന്നെ 4th ചാക്ര നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതൊരു മെറ്റാഫിസിക്കൽ റെലത്തിലോട്ടാണ് വരുന്നത്. ചിലവരതിനെ സ്വർഗ്ഗാന്ന് വിളിക്കും, ചിലവരതിനെ ഹെവൻ എന്ന് വിളിക്കും, ചിലവരതിനെ ഡിവൈൻ എന്ന് വിളിക്കും. നമുക്ക് ഇത് പഠിച്ചിട്ട് നമ്മളുടെ ആസ്ട്രൽ ബോഡിയും ഈ കാര്യങ്ങളും എന്താണ്, എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ 4 ചാക്രാസും കൂടെ പറയാനുണ്ട്. 3 എണ്ണം കഴിഞ്ഞു, 4, 5, 6, 7. ഈ 4 എണ്ണവും ഞാൻ കുറച്ച് സ്പീഡിൽ ഓടിച്ചു പോകും. കാരണം നമുക്ക് ഇത് 4ഉം പറഞ്ഞു തന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മളുടെ ഹെവനെ പറ്റി, മോക്ഷയെ പറ്റിയൊക്കെ വരുന്ന എപ്പിസോഡ് ഇതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ ചാക്രാസ് പോകും. അപ്പോൾ 4th ചാക്ര എന്ന് പറയുന്നത് ഹേർട്ട് ചാക്ര, ഹൃദയത്തിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഹേർട്ട് ചാക്ര എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ പേര് അനാഹത ചാക്ര എന്നാണ്. അനാഹത്തെ പറയുന്നത് ഗേറ്റ് വേ ടു ദ ഡിവൈൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രിഡ്ജായിട്ടാണ് വേദിക് സയൻസ് ഇമാജിൻ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ, ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ഭൂമിയും ഭൂമി കഴിഞ്ഞിട്ടുള്ള സെലസ്റ്റിയൽ റെലവും തമ്മിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് അനാഹത്ത എന്ന് പറയുന്നത്. അനാഹത്തയുടെ താഴെ 3 ചാക്രാസ് ഉണ്ട്, ഫിസിക്കൽ ബോഡി. അനാഹത്തയുടെ മുകളിലും 3 ചാക്രാസ് ഉണ്ട്, അത് സെലസ്റ്റിയൽ ബോഡി. അങ്ങനെയാണ് ഈ 2 സാധനത്തിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്ന, നമ്മുടെ ഫിസിക്കാലിറ്റിയെയും നമ്മുടെ സ്പിരിച്വാലിറ്റിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അനാഹത്ത എന്ന് പറയുന്ന 4ാമത്തെ ചാക്ര.
അപ്പോൾ ഈ അനാഹത്ത ഈസ് ദ സെൻറ്റർ ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്, കമ്പാഷൻ എന്ന് പറയുന്നുണ്ട്, ഹയർ കോൺഷ്യസ്നെസ് എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻറ്ററിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാക്ര എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ചാക്ര നമ്മുടെ ലോവർ ഇൻസ്റ്റിങ്ക്റ്റുകളിനെ ഹയർ വിസ്ഡത്തിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിസയറുകൾ, ആഗ്രഹങ്ങൾ നമ്മൾ ഡിവോഷനിലേക്ക് മാറ്റും, പവറിനെ പീസിലേക്ക് മാറ്റും. മനസ്സിലായോ? ചില ബന്ധങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹങ്ങളിനെ നമ്മളുടെ ഡിവോഷനായിട്ട് മാറ്റും, നമ്മളുടെ പവറിനോടുള്ള ഹംഗ്രിയെ നമ്മൾ സമാധാനത്തിനോടുള്ള പ്രിയമായിട്ട് മാറ്റും. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. അപ്പം ഈ ഏൻഷ്യൻസ് ഇതിനെ കൺസിഡർ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, ബ്രിഡ്ജ് ബിറ്റ്വീൻ സെൽഫും കോസ്മോസും, ആത്മനും ബ്രഹ്മനും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണിത്. ഈ ചാക്ര ശരിയായാൽ മാത്രമേ ഒരാൾക്ക് ഫിസിക്കൽ തലത്തിലും സ്പിരിച്വൽ തലത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മുഞ്ചിപ്പോവും. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് 12 പെറ്റൽ ലോട്ടസ് ആണ്. അത് മാത്രമല്ല ലോവർ ചാക്രാസിൽ എല്ലാം വരുന്നത് ഞാൻ, എൻ്റെത്, എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഈ 4ാമത്തെ ചാക്രയുടെ അവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം വരും. ലൈഫ് എൻ്റെതാണെന്നുള്ള കാര്യം മാറിയിട്ട് എന്നിലൂടെ ലൈഫ് കടന്നു പോകുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് മാറും. യു ആർ ജസ്റ്റ് എൻ ഒബ്സർവർ എന്നുള്ള സാധനം വരും. ലൈഫ് ഇവിടെ എല്ലാം സംഭവിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, അല്ലാതെ ഇതൊന്നും എൻ്റെ അല്ല എന്നുള്ളൊരു കാര്യം വരും. അപ്പോൾ ലോവർ ചാക്രാസിൽ ലവ് എന്ന് പറയുന്ന സാധനം ട്രാൻസാക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഒരാളോട് ലവ് തോന്നണം, അല്ലെങ്കിൽ ഒരു സാധനത്തിനോട് ലവ് തോന്നണമെങ്കിൽ എനിക്കതിനോടൊരു ആഗ്രഹം വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടം വേണം, അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് എന്തെങ്കിലും ഗുണം വേണം. ലവ് എന്തെങ്കിലും കിട്ടാതെ നമുക്ക് ഒരാളോട് തോന്നത്തില്ല. അപ്പം അനാഹത എന്ന് പറയുന്ന ചാക്ര ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ലവ് നോൺ ട്രാൻസാക്ഷണൽ ആവും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യൻ്റെ ബേസ് ലൈൻ സ്റ്റേറ്റേ ലവ് എന്ന് പറയുന്നതാവും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അനാഹത്തയിൽ ലവ് ഒരു ഫീലിംഗ് അല്ല. ലവ് നമ്മൾ അനാഹത്ത ഓപ്പൺ ആയാൽ എന്താവുമോ അതാണ് ലവ് എന്ന് പറയുന്ന ഫീലിംഗ്. എന്ന് വെച്ചാൽ നിങ്ങൾ ലവ് ആവും. ലവ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലുള്ള സാധനമല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ലവ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹമാവും. നിങ്ങൾ സ്നേഹം റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ റേഡിയേറ്റ് ചെയ്യുന്ന സ്നേഹമാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ മാറാൻ തുടങ്ങും. നിങ്ങളുടെ വൈബ്രേഷൻസ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീക്വൻസി മാറും. നിങ്ങളൊരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകും. അപ്പോൾ ലവ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു പൊസഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി, ഇതിലൊന്നും ഒതുങ്ങുന്ന കാര്യമല്ല. നമ്മുടെ പേഴ്സണൽ ഒരു സാധനമായിട്ടേ മാറുന്നില്ല. ലവ് ബിക്കംസ് യൂണിവേഴ്സൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഹയർ ചാക്രാസ് ഞാൻ പറഞ്ഞില്ല 3 ഇനി മുകളിലോട്ടുണ്ട്. ആ ചാക്രാസിനെല്ലാം ക്ലാരിറ്റി ഭയങ്കരമായിട്ട് വേണം, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് വേണം, അതുപോലെ തന്നെ എല്ലാം കൊണ്ടുമുള്ള യൂണിറ്റി വേണം. അപ്പം ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിലേ മുകളിലോട്ടുള്ള ചാക്രാസ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഹാർട്ട് ചാക്ര ഓപ്പൺ ആയാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലവ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ സമാധാനം വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങുമെന്നാണ് വേദാസിൽ എഴുതി വെച്ചേക്കുന്നത്. യൂണിവേഴ്സ് സംസാരിക്കുന്ന ലാംഗ്വേജ് അത് വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ്റെ നാമം അല്ലെങ്കിൽ പേരാണ് ലവ് എന്ന് പറയുന്നത്. എല്ലാത്തിനോടും എപ്പോഴും സന്തോഷവും സമാധാനവും, അതാണ് യൂണിവേഴ്സിനുള്ളത്. അതേ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോഴാണ് യൂണിവേഴ്സും നമ്മളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ഉണ്ടാവുന്നതും. ആ ബ്രിഡ്ജിനെയാണ് നമ്മൾ അനാഹത്ത എന്ന് പറയുന്ന ചാക്രയെ വിളിക്കുന്നത്. നമ്മളെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തോ അതാണ് അനാഹത്ത ചാക്ര. അപ്പോൾ നമ്മളെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, അനാഹത്ത ബ്ലോക്കായി ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും ജലസി എന്ന് പറയുന്ന ഫീലിംഗ് തോന്നും. ജലസി, അസൂയ അല്ലെങ്കിൽ കുശുമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനാഹത്ത ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഫിയർ ഓഫ് കണക്ഷൻ, പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു സാധനം അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം, ഇതിനോടൊക്കെ നമുക്ക് പേടി, ഭീതി, എനിക്ക് ഇത് വേണ്ട, എനിക്കിത് പറ്റൂല, എനിക്കിത് ശരിയാവത്തില്ല, എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പുതിയ ആളുകളെയോ പുതിയ സ്ഥലങ്ങളെയോ ഒക്കെ മാറ്റി നിർത്തുന്നുവെങ്കിൽ നിങ്ങളുടെ അനാഹത്ത നിങ്ങൾ ക്ലോസ്ഡ് ആണ്. ബിക്കോസ് യു ആർ നോട്ട് ഓപ്പൺ. നിങ്ങൾ എല്ലാത്തിനെയും സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ പേടിയുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ നംനെസ്. നമുക്കൊരാൾ എന്തെങ്കിലും ഒരു പൂ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമോ സന്തോഷമോ തോന്നണം. അതേ ദിവസം തന്നെ അയാൾ നമുക്ക് പൂ കൊണ്ട് തന്നില്ലെങ്കിലും അയാളോട് ഇഷ്ടമോ സന്തോഷമോ ഒക്കെ തോന്നണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് പോകണം. ആ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ അനാഹത്ത ക്ലോസ്ഡ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇത് പെട്ടെന്ന് ക്ലോസ് ആവുന്നതെന്ന് വെച്ചാൽ,
12 പെറ്റൽ ലോട്ടസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് അടയാൻ പോകുന്ന തൊട്ടവാടിയൊക്കെ പോലെ അവർ വിശേഷിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഹേർട്ടായി കഴിഞ്ഞാൽ ആദ്യം അടയുന്നത് 4th പെറ്റലാണ്. നമുക്ക് എന്തെങ്കിലും ബാഡ് സാധനങ്ങളോ ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആളുകളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയാൽ അപ്പം ഈ 12 പെറ്റൽ ലോട്ടസ് തൊട്ടവാടിയെ പോലെ അങ്ങ് അടയും. എന്ന് വെച്ചാൽ അൺകോൺഷ്യസ്ലി നമ്മുടെ ഹാർട്ട് ചാക്ര ക്ലോസ് ആയി പോകും. അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്. നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതോടും കൂടി നമ്മുടെ ഹാർട്ട് ചാക്രാസ് ക്ലോസ് ആയി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിഡ്ജ് പണിയുന്നതിന് പകരം നമ്മൾ അവിടെ മതിൽ കെട്ടി വെക്കുകയാണ്. മനസ്സിലായോ? പുതിയ ആരെയും വരത്തില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്ന് പ്രേമിക്കാൻ നമുക്കൊന്ന് പേടിക്കും. അപ്പോൾ അത് നമ്മളൊരു ബ്രിഡ്ജ് പണിയുന്നതിന് പകരം നമ്മളൊരു മതിൽ കെട്ടി വെക്കും. നമ്മൾ ഇനി ഒരാൾ വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാർട്ട് ചാക്രയിൽ വരുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹാർട്ട് ചാക്രയെ പറ്റി പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ലവ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്, ലവ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇഷ്ടം, സ്നേഹം, സമാധാനം, പ്രേമം, സന്തോഷം, ഈ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കിനെ ഞാൻ ഈ എപ്പിസോഡിൽ ലവ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതാണ് ഈ ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് പവർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് സെയിൻറ്റുകൾ, മിസ്റ്റിക്സുകൾ, ഗുരുകൾ, ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്ത് ദ പവർ ഓഫ് ലവ് വെച്ചാണ്. അതിലെ ക്രിസ്റ്റഫർ നോളൻ ഇൻഡസ്ട്രിയലർ ഒന്ന് കണ്ടൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. യാ, കറക്റ്റ്. ഇറ്റ്സ് ആൻ ഒബ്സർവബിൾ എനർജി യെറ്റ് യൂണിവേഴ്സ് ഇസ് ഡ്രിവൻ ബൈ ഇറ്റ്, ബട്ട് നോബഡി ക്യാൻ സീ ഇറ്റ്, ഫീൽ ഇറ്റ് ഓർ എക്സ്പ്രസ് ഇറ്റ് ഇൻ അനദേഴ്സ് പെർസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലറിനകത്ത് അയാൾ 4th ഡയമെൻഷൻ കഴിഞ്ഞ് 5th ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ലവ്, സ്നേഹമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ സിനിമ മൊത്തം നടക്കുന്നതും പോകുന്നതും എല്ലാം ആ അച്ഛന് ആ മോളോടുള്ള സ്നേഹം കൊണ്ടാണ്. അയാൾ വേറെ റിയാലിറ്റി പോയിട്ട് തിരിച്ചു വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിലെ ലവ് ആണ് ദ ഗ്രേറ്റസ്റ്റ് പവർ. ഞാൻ പറഞ്ഞില്ലേ, ഈ സെയിൻസും ഗുരൂസും മിസ്റ്റിക്സും എല്ലാം ഈ സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു വികാരത്തിനെ കൊണ്ടാണ് അവരെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2nd ചാക്ര പഠിച്ചപ്പം മനസ്സിലാക്കി, സെക്സ് അല്ലെങ്കിൽ ആക്ട് ഓഫ് ലവ് തന്നെയാണ് സ്പിരിച്വൽ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിനെക്കാട്ടിയും വലിയൊരു ഇമോഷനാണ് ലവ്. ഈ ലവ് കൂടുമ്പോഴാണ് നമ്മൾ യൂണിവേഴ്സിനുമായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ലവ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ലവ് അല്ല, അതൊരു ഡിവൈൻ ലവ് ആണ്. ഇമോഷൻ ഇല്ല. നമുക്ക് ലവ് തോന്നും, എനിക്കിപ്പോൾ ഒരാളോട് ലവ് തോന്നും, പക്ഷേ എനിക്ക് വലിയ ഇമോഷനൊന്നും തോന്നണമെന്നില്ല. എന്ന് വെച്ചാൽ ഓൾവേസ് ഇൻ ലവ് വിത്ത് എവറിത്തിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി പതുക്കെ ഷിഫ്റ്റ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിന്നും നിങ്ങളുടെ സ്പിരിച്വൽ ബോഡിയെ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ല, നിങ്ങൾക്കറിയാം എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്, പക്ഷേ നിങ്ങൾക്ക് അവനെ കാണാനും കേൾക്കാനും ഒക്കെ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടല്ലേ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഈ അനാഹത നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്താൽ പറ്റും. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമ, പിന്നെ കൈൻഡ്നെസ്, കരുണ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നന്ദി, ഉള്ള സാധനങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക. സെൽഫ് ലവ്, നമ്മൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. എന്നാലേ മറ്റുള്ളവർക്കെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ. എനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയാണ് വേറൊരുത്തൻ എന്നെ ഇഷ്ടപ്പെടുന്നത്? പിന്നെ മന്ത്ര ചാൻറ്റ് ചെയ്യുന്നത് പോലെ യാം എന്ന് പറയുന്ന മന്ത്ര, YAAM, യാം എന്ന് പറയുന്ന ഫ്രീക്വൻസി, അത് കറക്റ്റ് നമ്മളുടെ ഹാർട്ട് ചാക്രയിൽ അഫക്റ്റ് ചെയ്യുകയും ഹാർട്ട് ചാക്രയെ വൈബ്രേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഇമോഷൻസ് ഡിസോൾവ് ചെയ്യാനും നിങ്ങളുടെ ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും എല്ലാം ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ യാം എന്ന മന്ത്ര പ്രാക്ടീസ് ചെയ്യുക, കരുണ കാണിക്കുക, ഫോർഗീവ് ചെയ്യുക, കൈൻഡ്നെസ് കാണിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് ഞാൻ പറയുന്നതല്ല. ഈജിപ്ഷ്യൻ മിത്തോളജി, വേദിക് സയൻസ്, ക്രിസ്ത്യൻ മിസ്റ്റിസിസം ഇവരെല്ലാവരും എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് സിങ്ക് ചെയ്യുക, യൂണിവേഴ്സിൻ്റെ സെയിം ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ലവ് സംസാരിക്കുക. അങ്ങനെ നിങ്ങളുടെ ഹോൾ ലൈഫ് മാറും. കാരണം യൂണിവേഴ്സ് നിങ്ങളോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. തിരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് ഇത്രയും നേരം നമ്മൾ അങ്ങോട്ടുള്ള ആഗ്രഹങ്ങളെ പറയുന്നുള്ളൂ, ഇനിയും അവിടുന്ന് എന്താണ് ഇങ്ങോട്ട് വരുന്നതെന്നും കൂടെ ആലോചിച്ചാൽ യു ക്യാൻ മേക്ക് എ കമ്മ്യൂണിക്കേഷൻ, എന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത 5th ചാക്രയിലേക്ക് പോകാം. ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, കാരണം ചാക്രാസിനെ പറ്റി നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. നമുക്കിത് ഒരു കാര്യം പറയാൻ വേണ്ടി ഇത് പറഞ്ഞാലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ചുകൂടെ
ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. 5ാമത്തെ ചാക്രയാണ് ദ ത്രോട്ട് ചാക്ര. ഈ ചാക്രാസ് എല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മളെല്ലാം അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ പല ചാക്രാസിലാണ്. അപ്പം ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾക്കെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ ആ പ്രശ്നങ്ങൾ മാറുമെങ്കിൽ യു ആർ നോട്ട് ഓൺലി ഓപ്പണിങ് എ ചാക്ര, യു ആർ മേക്കിംഗ് എസ് ഹാപ്പി ടു. അത് കമൻറ്റിൽ പറയുക. അപ്പോൾ ഈ ത്രോട്ട് ചാക്ര അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, വിശുദ്ധ ചാക്ര എന്നാണ് പറയുന്നത്. വിശുദ്ധ എന്ന് പറയുന്നത് ഇതിന് പറയാനൊരു കാരണമുണ്ട്. ത്രോട്ട് ചാക്ര എന്നാണ് പറയുന്നത്. വേർഡ്സ് ഹാവ് പവർ എന്ന് നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫലിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നെഗറ്റീവ് പറയല്ലേടാ, അല്ലെങ്കിൽ വൃത്തിയേട് പറയല്ലേടാ എന്നൊക്കെ പറയുന്നതിന് ഈ ചാക്രയാണ് അതിൻ്റെ മൂല കാരണം. വേർഡ്സ് ഹാവ് പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല കാരണം അല്ലെങ്കിൽ കൊണ്ടാണ് ലോകത്ത് ഇത്രയും നാളായിട്ട് മന്ത്രാസ് എന്ന് പറയുന്ന സാധനം വരെ ഉണ്ടായത്. മന്ത്രാസ് ആർ ബേസിക്കലി വേർഡ്സ്, ഓരോ വാക്കുകളാണ് മന്ത്രാസ് എന്ന് പറഞ്ഞാൽ. മന്ത്രാസ് എന്ന് പറയുന്ന സാധനം ഒരു ഡിവൈൻ പവറിനെ നമ്മൾ ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ്. അപ്പോഴാണ് വാക്കുകൾക്ക് പവർ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം വരുന്നത്. എന്ന് പറഞ്ഞാൽ മെസ്മറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചു നോക്ക്. മെസ്മറിസം എന്ന് പറയുന്നതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളുക. അപ്പോൾ ഈ ത്രോട്ട് ചാക്ര വിശുദ്ധ കാരണമാണ് നമ്മളുടെ എൻറ്റയർ എക്സ്പ്രഷൻ, നമുക്ക് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ട്രൂത്ത്, അല്ലെങ്കിൽ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ, ഇത് മൂന്നുമാണ് ഈ നമ്മുടെ ത്രോട്ട് ചാക്ര അല്ലെങ്കിൽ വിശുദ്ധ കൺട്രോൾ ചെയ്യുന്നത്. വിശുദ്ധ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ വിശുദ്ധ ചാക്ര ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് അവർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ത്രോട്ടിൻ്റെ ബേസിൽ താഴെയായിട്ട് നമ്മളുടെ ഇവിടെ ആയിട്ടാണ് വിശുദ്ധ ചാക്ര ഇരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സത്യം സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനുമുള്ള കഴിവ്, നമ്മളുടെ വിസ്ഡം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അറിവും കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഹയർ നോളജ് എവിടെ നിന്നോ ചാനൽ ചെയ്ത് നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ്. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ചാക്ര ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്തവരാരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് പൊയറ്റ്സുകളെല്ലാം വിശുദ്ധ ചാക്രയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. വലിയ റൈറ്റേഴ്സ് എല്ലാം വിശുദ്ധ ചാക്ര വർക്ക് ചെയ്യുന്നവരാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വിശുദ്ധ ചാക്രയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിസ്റ്റിക്സ്, ഗുരൂസ്, ഇവർക്കെല്ലാം വിശുദ്ധ ചാക്രയാണ് വേണ്ടത്. കാരണം അവർക്ക് ഡിവൈൻ നോളജ് എവിടെ നിന്നോ വരുന്നുകൊണ്ട് അത് അവർക്ക് വെളിയിലോട്ട് പറയാനും പറ്റുന്നുണ്ട്. അപ്പം വിശുദ്ധ ചാക്രയുടെ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ചാക്രയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഇത് പെട്ടെന്ന് ക്ലോസ് ആവാനും ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ഈ ചാക്രാസിനെ അടയ്ക്കും. അപ്പോൾ നമ്മൾ പറയും കള്ളം പറഞ്ഞാൽ എങ്ങനെ കെമിക്കൽ ഇത് സയൻസാണ്. കാരണം നമുക്കിപ്പം കള്ളം പറയുന്ന ടെസ്റ്റ് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കള്ളത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ ചിന്തിക്കുമ്പം ബോഡിയിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ വെച്ച് കോടതിയിലെ കള്ളന്മാരെ പിടിക്കുന്നില്ലേ നമ്മൾ, ലൈ ഡിറ്റക്ടർ ടെസ്റ്റ്. അപ്പോൾ അത് വർക്ക് ആവുന്നു എന്നുള്ളത് സയൻസാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കള്ളം പറയുമ്പോഴും നമ്മളുടെ വിശുദ്ധ ചാക്ര അടഞ്ഞ് പോകും. അതുപോലെ നമ്മുടെ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, വേറെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞാൽ അത് ശരിയാവുമോ, അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ് ഫിയർ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വിശുദ്ധ ക്ലോസ് ആയി വരും. ഇങ്ങനെ ഓരോന്നും ക്ലോസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ട്രൂ ഐഡൻറ്റിറ്റി നമ്മൾ മറക്കുകയാണ്. നമ്മൾ ഓരോ കള്ളം പറയുമ്പോഴും നമ്മളുടെ ട്രൂ സാധനങ്ങൾ മറക്കുകയാണ്. നമ്മൾ സത്യസന്ധമായിട്ട് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാതെ ഇരുന്നാലും നമ്മളുടെ ട്രൂ ഐഡൻറ്റിറ്റി നമ്മൾ മറക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ട്രൂ സെൽഫ് നമ്മളിൽ നിന്ന് അകന്ന് പോവും. വിശുദ്ധ എന്ന് പറയുന്നതാണ് പ്യൂരിറ്റി. നമ്മളുടെ പ്യുവർ സെൽഫിനെ വെളിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ചാക്രയാണ് വിശുദ്ധ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇൻ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുക, ഒരു ഗുഡ് കോൺവെർസേഷൻ ആയിക്കോട്ടെ, ബാഡ് കോൺവെർസേഷൻ ആയിക്കോട്ടെ, അറിയാവുന്ന ആളായിക്കോട്ടെ, അറിയാത്ത ആളായിക്കോട്ടെ, കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പലതും പറയണമെന്നുണ്ട്. ഇപ്പം എന്നോട് ചോദിക്കുമോ നീ ഇന്നലെ എന്താടാ അവിടെ വരാഞ്ഞത്, അപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ ഞാൻ പറയും അതിപ്പോൾ നീ വരണ്ടാതെ അറിയുന്നത് നിൻ്റെ കാര്യമല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അയ്യോ ചേട്ടാ എനിക്കത് പറ്റിയില്ല എന്ന് വെച്ചാൽ മനസ്സിലൊരു കോൺവെർസേഷനും വായിക്കൂടെ വരുന്ന വേറൊരു കോൺവെർസേഷനും. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം കോളേജിൽ ഒരു സാർ എണീപ്പിച്ച് ചേർത്തി A+B² എത്രയാണ്, അപ്പോഴത്തേനും നിനക്കതിൻ്റെ ഉത്തരം അറിയില്ലായിരിക്കാം, പക്ഷെ നിൻ്റെ തലയിൽ മനസ്സിൽ അത് പറയുന്നുണ്ട്, ഉത്തരം നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേജ് ഫിയർ കാരണമോ ആളുകൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള കാര്യം അത് വെളിയിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലാണ് ടോക്കിംഗ് നടക്കുന്നത്.
നമ്മളുടെ ഹെഡിലാണ് ടോക്കിംഗ് നടക്കുന്നത്, വായിൽ ടോക്കിംഗ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ചാക്ര അടഞ്ഞ് കുത്തി പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണെന്നതിന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഓക്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആവുമെന്ന് പേടി, നമുക്ക് ട്രൂത്ത് സപ്രസ് ആവുമെന്ന് പേടി, സ്പീക്ക് ചെയ്യാൻ പേടി, ഇതെല്ലാം വരുന്നത് ഇതുകൊണ്ടാണ്, വിശുദ്ധ ചാക്ര പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് പഠിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരു മടിയും ഇല്ലാതെ പറഞ്ഞ് നോക്കുക. അതിനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പറയുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമത് ഹാം എന്ന മന്ത്രം, HAAM, ഹാ എന്ന വാക്ക് അല്ലെങ്കിൽ ഹാ എന്ന സൗണ്ട് ഉച്ചരിക്കും തോറും നിങ്ങളുടെ ത്രോട്ട് ചാക്ര, ഈ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന സാധനം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇത് പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് HAAA ഹാ എന്ന വാക്ക് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്ക്. എവിടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ വൈബ്രേറ്റ് ചെയ്യും, തൊണ്ടയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചാക്രാസും ഓരോ സ്ഥലത്ത് വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾ കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ത്രോട്ട് ചാക്രയെ ക്ലിയർ ചെയ്യും. ഇൻസ്റ്റൻ്റ് എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളോടുള്ള സ്റ്റേജ് ഫിയർ, ബാക്കി കാര്യങ്ങൾ ഒക്കെ, നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ കണ്ണടച്ച് എവിടെങ്കിലും നിന്ന് 2-3 വട്ടം ഹാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറിയ പേടി മാറും. ഇത് വർഷക്കണക്കിന്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആളുകൾ എഴുതി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇത് കേട്ടിട്ട് വെറുതെ പോകണ്ട. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ യൂസ് ഇറ്റ്, യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ബെറ്റർ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ സ്പീക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓത്തൻറ്റിസിറ്റി വരും, നിങ്ങൾക്കൊരു അതോറിറ്റി വരും, കറേജ് വരും. എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കംപ്ലീറ്റ്ലി അൺബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുവാണെങ്കിലും, നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവുകയാണെങ്കിലും, നിങ്ങൾ ജപ്പാനോ ചൈനയോ ജർമ്മനോ എന്ത് പഠിക്കുകയാണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിവൈൻ നോളജ് അബ്സോർബ് ചെയ്യാനുള്ള പവറും അതുപോലെ തന്നെ അത് വെളിയിലോട്ട് വരുത്താനുള്ള പവറും കിട്ടും. പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നവർ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റീവായിട്ട് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും, ബെറ്റർ ലിസണിങ് അബിലിറ്റീസ് വരും. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശുദ്ധ ചാക്രയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ വിശുദ്ധ ചാക്ര. ഇനി അടുത്ത ചാക്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗെയിം ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും. ഇവിടം തൊട്ടാണ് നമുക്ക് കളി ഒന്ന് മാറി വരുന്നത്. ഇവിടം വരെ നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ ലക്കി. ഇനി നമ്മൾ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഇനി പറയുന്ന കാര്യങ്ങളാണ് ഗെയിം ചേഞ്ചറായിട്ട് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചാക്രാസ്, 5 ചാക്രാസിനെ പറ്റി പഠിച്ചു. അതിന് വളരെ നന്ദി ഇവിടെ ഇരുന്നതിന്. ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ പറ്റിയും സൂപ്പർ പവേഴ്സിനെ പറ്റിയും, താന്ത്രാസും വേദാസും സയൻസും ഉപനിഷത്തുകളും ഒക്കെ എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ സൂപ്പർ പവർ എന്ന് വരുമ്പോൾ തന്നെ ഒരു വാക്ക് നമ്മൾ മനസ്സിലാക്കുക, ദ തേർഡ് ഐ എന്നുള്ള വാക്ക്. തേർഡ് ഐനെ നമ്മൾ കുണ്ടലിനി അവേക്കനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പം അടുത്ത ചാക്ര പോയിൻ്റാണ് ദ 6th ചാക്ര പോയിന്റ്. തേർഡ് ഐ ചാക്ര എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ സംസ്കൃതത്തിൽ ആജ്ഞ ചാക്ര എന്ന് പറയും. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഞാനൊരു മലയാളി, സംസ്കൃതം പ്രൊനൗൺസ് ചെയ്യുന്നതാണ്, എനിക്ക് സംസ്കൃതം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ആജ്ഞ ചാക്ര എന്നാണ് എനിക്ക് പറയാൻ അറിയുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരിച്ചു തരാം. അപ്പോൾ ഈ ആജ്ഞ ചാക്ര അല്ലെങ്കിൽ ദ തേർഡ് ഐ എന്ന് പറയുന്നത് ദ ഐ ദാറ്റ് സീസ് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി കാണാൻ പറ്റുന്ന സാധനങ്ങളിൽ നിന്നും അപ്പുറത്തെ കാര്യങ്ങൾ പെർസീവ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു കണ്ണാണ് ആജ്ഞ ചാക്ര എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ തൃക്കണ്ണ് എന്ന് പറയും. 3ാമത്തെ കണ്ണ്, തേർഡ് ഐ, തൃക്കണ്ണെന്ന് പറയും. തൃക്കണ്ണുള്ള ആർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ശിവൻ എന്ന് പറയുന്ന ദൈവത്തിന് തൃക്കണ്ണ് ഓപ്പൺ ചെയ്തിട്ടുള്ള പുള്ളിയാണ്. പുള്ളി തേർഡ് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൻ സീനാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുള്ളിക്ക് തേർഡ് ഐ ഉണ്ട്. സോ ഈ സാധനം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ചാക്ര പോയിന്റ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഏൻഷ്യൻ ടെമ്പിൾസ് ഓഫ് ഈജിപ്റ്റ്, ഇന്ത്യ, ടിബറ്റ്, ബുദ്ധിസം, ചൈന, ഇവിടെ എല്ലാം അവരൊരു സിമ്പിൾ പിന്നെയും യുഗങ്ങളായിട്ട് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അവർ സൂക്ഷിച്ചു വെക്കും. ദ സേക്രൽ ഐ എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദ തേർഡ് ഐ,
ഹിന്ദുസത്തിൽ അത് ചെയ്തേക്കുന്നത് നമ്മളുടെ ശിവൻ്റെ ഇതിലാണ്, ബുദ്ധിസത്തിൽ അത് ചെയ്തേക്കുന്നത് ബുദ്ധൻ്റെ ഇതിലാണ്, നമ്മളുടെ പല ജൈനിസത്തിലും എല്ലാം അവർ ആ ഐയിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൽ ഒരു പീനിയൽ ഗ്ലാൻഡ് പോലെ ഒരു ഐയിനെ പറ്റി പറയുന്നുണ്ട്. ആ പടങ്ങൾ ഞങ്ങൾ കൊടുത്തേക്കാം. അപ്പോൾ ഈ സാധനത്തിനെ പറ്റിയാണ് എല്ലാ മതങ്ങളും കൾച്ചേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തേർഡ് ഐ ചാക്ര എന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റ്യൂഷൻ, നമ്മളുടെ ഇന്നർ വിഷൻ, അതുപോലെ തന്നെ ഹയർ പെർസെപ്ഷൻ, ഈ 3 കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചാക്ര പോയിൻ്റാണ് ദ തേർഡ് ഐ ചാക്ര അല്ലെങ്കിൽ ആജ്ഞ ചക്ര എന്ന് പറയുന്ന സ്ഥലം. ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐബ്രോസിൻ്റെ നടുക്ക്, നമ്മളുടെ നെറ്റിയിൽ ഐബ്രോസിൻ്റെ നടുക്കായിട്ട് ആണ് ഈ അഗ്നചക്ര ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ എന്താ പറയുക, ഉപനിഷത്തുകളിലും യോഗിക് സയൻസുകളിലും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഈ സാധനം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ വേൾഡിന് അപ്പുറം, ഇല്യൂഷൻ വേൾഡിനപ്പുറം നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മായ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി നമുക്കറിയാം. മായയിൽ നിന്ന് സീ ത്രൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് വേറൊരു കാര്യം കാണുമ്പോൾ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറൊരാൾ വന്ന് നിങ്ങളോട് കള്ളം പറയുവാണെങ്കിൽ അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ട് പലപ്പോഴും നമ്മൾ അതുമായിട്ട് പ്ലേ അലോങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടതിന് ശേഷം അത് ഹാപ്പൻ ആവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സിനേറിയോയിൽ ചെറിയ ഡേഞ്ചർ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തോട് വന്നിരിക്കുന്ന സംസാരിക്കുന്ന ആളോ അപ്പുറത്തിരിക്കുന്ന ആളോ നമ്മളോട് എന്തെങ്കിലും ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡൗട്ട് വേണ്ട, നിങ്ങളുടെ ആജ്ഞ ചക്ര വർക്ക് ചെയ്തു തുടങ്ങിയെന്നാണ് ഇതിനർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവർ തിങ്കർ ആണെന്നോ നിങ്ങൾ ടെൻഷൻ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണോ എന്നൊന്നുമല്ല. നിങ്ങളുടെ ആജ്ഞ ചക്ര നിങ്ങൾ പോലും അറിയാതെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് ട്രോമ മൂലമോ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് മൂലമോ പല റീസൺ മൂലം നമ്മൾ ആജ്ഞചക്ര ആക്സിഡൻ്റലി അവേക്കൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിൻ, ഞാൻ പറയാം, നമ്മുടെ ബ്രെയിനിൽ ലൈറ്റ് മാത്രം സെൻസ് ചെയ്ത് നമ്മളൊരു ലോകത്തിനെ ഉണ്ടാക്കി കാണുന്നതാണിത്. അപ്പോൾ ലൈറ്റ് മാത്രമല്ല, നമുക്ക് വേറെയും സെൻസറി ഓർഗൻസ് ഉണ്ട്. വൈബ്രേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് കോയിൻസിഡൻസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരിക്കുന്നത് നമ്മളെ 2 ഐബ്രോസിൻ്റെ നടുക്ക് ബ്രെയിനിൻ്റെ സ്ഥലത്താണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഈ സാധനം ഇരിക്കുന്നത്. അതൊരു സെൻസറി ഓർഗനാണ്. അതിന് നമുക്ക് വൈബ്രേഷൻസും ഫ്രീക്വൻസി എല്ലാം അളക്കാൻ പറ്റും, വെളിയിൽ നടക്കുന്ന. എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സെൻസസ് കഴിഞ്ഞിട്ട് നമുക്ക് 6ാമതൊരു സെൻസ് പോലെ നമുക്ക് കണ്ണുകൊണ്ട് ലൈറ്റ് അളക്കാം, ചെവി കൊണ്ട് സൗണ്ട് അളക്കാം, തൊലി കൊണ്ട് ടച്ച് അളക്കാം, നാക്ക് കൊണ്ട് ടേസ്റ്റ് അളക്കാം, മൂക്ക് കൊണ്ട് മണം അളക്കാം. അതുപോലെ തന്നെ 6ാമതൊരു സാധനമാണ് പീനിയൽ ഗ്ലാൻഡ്. അല്ലെങ്കിൽ നമുക്ക് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് അളക്കാൻ പറ്റുന്ന ഒരു ഗ്ലാൻഡാണ്. അതുകൊണ്ടാണ് ഇതിനെ 6th സെൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ 6th സെൻസ് കൂടുതലുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ അത് അയാളുടെ പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആജ്ഞചക്ര അല്ലെങ്കിൽ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് വരികയാണെന്നാണ് അതിനർത്ഥം. അപ്പം ഈ പീനിയൽ ഗ്ലാൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാം. അവർക്ക് ഫ്യൂച്ചറിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവർ പറയുന്നതെല്ലാം ശരിയാവും, അവർക്ക് പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ ഇതൊരു എളുപ്പത്തിൽ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സിനേറിയോ ആണ്. നിങ്ങൾ കുറച്ച് അകലെ നിൽക്കുന്ന ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു പട്ടിയെ കണ്ടു എന്ന് വെച്ചോ. ആ പട്ടി നിങ്ങളെ നോക്കി ഭയങ്കരമായിട്ട് കുരയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു സെൻസേ ഉള്ളെങ്കിൽ നമ്മൾ ആ കണ്ണ് വെച്ചാണെങ്കിൽ നമുക്ക് ആ പട്ടി കുരയ്ക്കുന്നത് കാണാൻ പറ്റും. ആ പട്ടി വലുതായിട്ടാണോ കുരയ്ക്കുന്നത്, ചെറുതായിട്ടാണോ കുരയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ഭയങ്കര വൃത്തികെട്ട കുരയാണോ അതോ നല്ല കുരയാണോ, ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കണ്ണ് മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പട്ടി ദൂരെ നിന്ന് കുരയ്ക്കുന്നതെന്ന് മാത്രമേ കാണാൻ പറ്റൂ. അവിടാണ് നമ്മുടെ സെക്കൻഡ് സെൻസ് വരുന്നത്. സെക്കൻഡ് സെൻസ് വരുമ്പോൾ ചെവി വരും. ചെവി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ആ പട്ടി ഇച്ചിരി കടുപ്പത്തിലാണ് കുരയ്ക്കുന്നത്, ബൗ ബൗ എന്നല്ല, വൗ വൗ ഭയങ്കര സാധനമാണ് കുരയ്ക്കുന്നത്, ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അളക്കാൻ പറ്റും. ഇനി ഇത് തന്നെ നമുക്ക് ബേസിക് നല്ല ഇൻഫർമേഷനായി. ഇനി 3ാമത് നമ്മളൊരു സെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പട്ടിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, പട്ടി അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ദുർഗന്ധമോ ഭയങ്കര വൈൽഡ് മണമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം, ഇതൊരു റോഗ് പട്ടിയാണ്, ഈ പട്ടി വൈൽഡിലൊക്കെ ഉള്ളതാണ്, ഇവ എന്തും ചെയ്യും. അതേസമയം ഒരു പെറ്റ് പട്ടിയാണെങ്കിൽ ആ പട്ടിക്ക് വേറൊരു മണമാവും.
അപ്പം 3 സെൻസ് ആയപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കടിക്കുകയോ ഇല്ലയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള അറിവുകൾ കിട്ടി തുടങ്ങി. 4ാമത്തെ സെൻസ്, 4ാമതൊരു സാധനം വരുവാണ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി സെൻസ് ചെയ്യുന്നെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ സെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ തേർഡ് ഐ അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞചക്ര ഓൺ ആയെങ്കിൽ ആ വൈബ്രേഷൻസ്, അവിടെ നമുക്ക് 2 പേർക്കും ഇടയിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ആ പട്ടിയുടെ വൈബ്രേഷൻസ് സെൻസ് ചെയ്താൽ മനസ്സിലാവും അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുരയ്ക്കുന്നതാണോ, അതോ നമ്മളെ കണ്ട് പേടിച്ച് കുരയ്ക്കുന്നതാണോ, അതോ ജസ്റ്റ് നമ്മളെ കണ്ട് ഓടിക്കാൻ വേണ്ടി ബാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് കുരയ്ക്കുന്നതാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഡോഗിൻ്റെ ഇൻറ്റൻഷൻസ് വൈബ്രേഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതാണ് 4th സെൻസ്. അതാണെന്ന് വെച്ചാൽ ഒരു സെൻസും കൂടെ കൂടുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലോട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നതിൻ്റെ ആ ഒരു അളവ് നമുക്ക് മനസ്സിലായില്ലേ. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോർ തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, വി ഹാവ് മോർ ഡേറ്റ. ആ ഒരു സിറ്റുവേഷനെ പറ്റി നമുക്ക് കൂടുതൽ ഡേറ്റ വരുന്നുണ്ട്. കൂടുതൽ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ലൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും. കടിക്കുവോ കടിക്കത്തില്ലയോ അതോ ബാർക്കിംഗ് ആണോ, ഇതെല്ലാം ആലോചിച്ചിട്ട് നമുക്ക് നല്ലൊരു പ്രോസസ്സിങ് നടത്തി ഒരു ബെറ്റർ പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ബെറ്റർ പ്രഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ആക്ഷൻ എടുക്കാൻ പറ്റും. ബെറ്റർ ആക്ഷൻ ആണെങ്കിൽ ലൈക്ലി മോർ ബെറ്റർ റിസൾട്ടുകൾ നമുക്ക് കിട്ടിത്തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഈ ലൈഫിൽ പട്ടി കടിക്കാൻ വരുമ്പോൾ മാത്രമല്ല, ഈ സാധനം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മളുടെ പീനിയൽ തേർഡ് ഐ വെച്ച് കണ്ട് വൈബ്രേഷൻസും കൂടെ അളന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മൊത്തത്തിൽ ഇതുപോലെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എക്സാംസിൽ, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഒരു കാട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈക്കിന് പോകുമ്പോൾ, ഒരു ടൂറിന് പോകുമ്പോൾ, നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര അടിപൊളിയായിക്കൊണ്ടിരിക്കും. നമ്മൾ എടുക്കുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും എല്ലാം ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് തേർഡ് ഐയുടെ പവർ എന്ന് പറഞ്ഞാൽ ആജ്ഞചക്രം നമുക്ക് തരുന്ന പവർ. അപ്പോൾ ഇത് തേർഡ് ഐ എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറലിലോട്ടുള്ളൊരു പോർട്ടലാണെന്ന് നമ്മൾ പലയിടത്തും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലെയർവോയൻസി എന്ന് പറയുന്ന ഒരു കാര്യം. ക്ലെയർവോയൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ എവിടെ നിന്നോ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ കോസ്മിക് ആയിട്ടുള്ള വിസ്ഡം, ആർക്കും അറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം അൺലോക്ക് ആവും. ടെലിപ്പതി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ആജ്ഞചക്ര നമുക്ക് തരും. ആജ്ഞചക്രയുടെ അവസാനത്തെ ഒരു സിദ്ധിയാണ് ടെലിപ്പതി. ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം റിലേറ്റ് ആയത് നമ്മുടെ ആദിയോഗി എന്ന് പറയുമ്പോൾ ശിവന്റെ ടീച്ചിങ്സ് ഒക്കെ ശരിക്കും എന്താണെന്ന് വെച്ച് നിങ്ങൾ അലൈൻ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഒരു മെറ്റാഫിസിക്കൽ വേൾഡിനകത്തൊക്കെ കൊണ്ടുപോകുന്നതല്ല. ആദിയോഗി ഇപ്പോഴും പറയാനുള്ള എനിക്ക് വന്നിട്ട് ഏൻഷ്യൻ ടെക്സ്റ്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഹ്യൂമൻ ബോഡീനെ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ അവേക്കൻ ചെയ്യാനുള്ള ടെക്നീക്സും തന്ത്രാസും മന്ത്രാസുമാണ്. അതെ, ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ അടുത്ത ദിവസം മോക്ഷം കിട്ടി തിരിച്ചു പോകണമെന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മന്ത്രാസും തന്ത്രാസും സിദ്ധീസും എല്ലാം ഉണർത്തി കഴിയുമ്പോൾ നമുക്ക് ആജ്ഞചക്ര ഓപ്പൺ ആകുമ്പോൾ കിട്ടുന്ന ഒരു സിദ്ധിയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. നമ്മൾ ടെലിപ്പതി എന്നൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ ത്രൂ മൈൻഡ്. അതെന്താണോ അതാണ് ടെലിപ്പതി എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ അതും കൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോഗിൻ്റെ വൈബ്രേഷൻ നമ്മൾ റീഡ് ചെയ്ത് ഒരു ബെറ്റർ ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ ആ ഡോഗ് കടിക്കാൻ വരുവാണോ അല്ലെങ്കിൽ നമ്മളെ ചുമ്മാ കുരച്ച് പേടിപ്പിക്കുന്നതാണോ നമുക്കത് വൈബ്രേഷൻ വെച്ച് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റി. ഇനി നമ്മൾ വേറൊരു സിനേറിയോ ഇമാജിൻ ചെയ്ത് നോക്കുക. ആ ഡോഗിന് പകരം അവിടെ ഒരു മനുഷ്യനായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ആ മനുഷ്യനാണ് നമ്മൾ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത്, ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കണ്ണും കാലും ചെവിയും മൂക്കും പല്ലും എല്ലാം വെച്ചിട്ടും ഈ ആജ്ഞചക്ര വെച്ച് നമ്മൾ പുള്ളിയുടെ വൈബ്രേഷൻസും റീഡ് ചെയ്യാണ്. ചിലവർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചൂടാവത്തേ ഉള്ളൂ, അടിക്കത്തൊന്നുമില്ല. ചിലവർ മനസ്സിലാവും ഭയങ്കര കാമാണ്, അടി ഇപ്പോൾ പൊട്ടും. അപ്പോൾ അത് നമ്മുടെ ആജ്ഞചക്ര വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കാൻ പറ്റി ഇല്ലേ? ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഇമാജിൻ ചെയ്യുക. അവിടെ നിൽക്കുന്ന ഒരുത്തനും ഈ തേർഡ് ഐ ഓപ്പൺ ചെയ്തവനാണെങ്കിൽ, എനിക്കും ആജ്ഞചക്രയുണ്ട് അവനും ആജ്ഞചക്രയുണ്ടെങ്കിൽ, അവൻ്റെ ഇൻറ്റൻഷൻസ് ഞാൻ മനസ്സിലാക്കും, എൻ്റെ ഇൻറ്റൻഷൻസ് അവനും മനസ്സിലാക്കും.
എന്ന് വെച്ചാൽ രണ്ടു പേരും ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് ചെയ്യണോ, എനിക്ക് അറ്റാക്ക് ചെയ്യണ്ടയോ, അതോ ഞാൻ ജസ്റ്റ് അതിലേക്കൂടെ എനിക്കൊന്ന് പാസ് ചെയ്ത് പോയാൽ മതി എന്നുള്ളൊരു വൈബ്രേഷൻ ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അവൻ അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ അവനത് മനസ്സിലാക്കും, ഓക്കെ അവൻ എന്നെ അടിക്കാനൊന്നും വരുമല്ല, അവൻ അങ്ങ് പൊക്കോളും, എന്നാൽ ഞാൻ ഒന്ന് മാറി കൊടുത്തേക്കാം. മനസ്സിലായോ? ആ ഒരു സാധനം രണ്ടു പേർക്കും ഉള്ളിൽ നടക്കും. അത് രണ്ടുപേരും മനസ്സിലാക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വേർഡ് പോലും പറയാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെയാണ്? അതിനെ നമുക്ക് അവരുടെ രണ്ടുപേരുടെയും തോട്ട്സ് റീഡ് ചെയ്യാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? മനസ്സിലായോ? വൈബ്രേഷൻസ് നമ്മൾ മനസ്സിലാക്കി, അയാൾ അടിക്കുകയോ അടിക്കില്ലയോ, പോവോ നടക്കുവോ എന്നുള്ള കാര്യം ഞാനും അവനും മനസ്സിലാക്കി, രണ്ടുപേരും അതിനനുസരിച്ച് ആക്ട് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ആ തോട്ട്സ് റീഡ് ചെയ്യുന്ന സാധനത്തിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ വേദിക് സയൻസ് ഒരു പേരിൽ പറയുന്നുണ്ട്, മന പര്യായ ജ്ഞാന എന്നാണ് പറയുന്നത്. മന പര്യായ ജ്ഞാന എന്ന് പറഞ്ഞാൽ മനസ്സ്, മന എന്ന് പറഞ്ഞാൽ മനസ്സ്, പര്യായ എന്ന് പറഞ്ഞാൽ അതിനുള്ള അർത്ഥം കണ്ടെത്തുക, ജ്ഞാന എന്ന് പറഞ്ഞാൽ സിദ്ധി, അതിനുള്ള കഴിവെന്നേ ഉള്ളൂ. അപ്പോൾ വേറൊരാളുടെ മനസ്സിനകത്തിരിക്കുന്ന അർത്ഥം കണ്ടെത്തി പ്രവർത്തിക്കുക, അതാണ് ഇംഗ്ലീഷിൽ അതിനെ ടെലിപ്പതി എന്ന് പറയുന്നു. സംസ്കൃതത്തിൽ മന പര്യായ ജ്ഞാന എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത്, ഇത് ഞാൻ പറയുന്നത് ജസ്റ്റ് ബേസിക് ലെവൽ ഓഫ് വൈബ്രേഷൻ റീഡിംഗ് ആണ്. അപ്പോൾ വർഷങ്ങളെടുത്ത് ഇത് പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വർഷങ്ങളോ 10,000 അല്ലെങ്കിൽ 10 വർഷം എടുത്ത് ഇത് പെർഫെക്റ്റ് ചെയ്ത രണ്ട് പേര് തമ്മിലാണെങ്കിൽ അവർക്ക് നോക്കുക പോലും വേണ്ട. മനസ്സിലായോ? ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈവൻ വിത്തൗട്ട് ലുക്കിംഗ്. അതാണ് പര്യായ ജ്ഞാന എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എന്തൂസിയാസം ഒക്കെ തോന്നും. 99% ആളുകളുടെ ആജ്ഞചക്രയും ബ്ലോക്ക്ഡ് ആണ് യൂഷ്വലി. അങ്ങനെയാണ് വേദാസിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പേടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആജ്ഞചക്ര ബ്ലോക്ക് ആവും. ടു സ്കെപ്റ്റിക്കൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആജ്ഞചക്ര ബ്ലോക്ക് ആവും. നമ്മൾ ഭയങ്കരമായിട്ട് മെറ്റീരിയൽ വേൾഡിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ആജ്ഞചക്ര ബ്ലോക്കായി പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ മായയിലോട്ട് ആസക്തി കൂടുന്തോറും നമ്മളുടെ 5 സെൻസസിനും പ്രീതി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടും, നമ്മുടെ കാതിന് കുളിർമ കിട്ടും, നമ്മുടെ വായ്ക്ക് കുളിർമ കിട്ടും. ഈ 5 സെൻസസിനെ നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മായയിൽ കൂടുതൽ ഇൻഡൾജ് ആവും. നമ്മുടെ 6ാമത്തെ സെൻസ്, നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ സ്പിരിച്വൽ ബോഡി അല്ലെങ്കിൽ സൂക്ഷ്മ ശരീര വെച്ച് നമുക്ക് കാണാൻ പറ്റുന്ന 3rd ഐ ക്ലോസ് ആയി ഇരിക്കും. അപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ആജ്ഞചക്ര അൺബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഓവർ തിങ്കർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആജ്ഞചക്ര ക്ലോസ്ഡ് ആവണമെന്നില്ല, അൺബാലൻസ്ഡ് ആയിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾ എപ്പോഴും ഓവർ തിങ്കർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ക്ലാരിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സെൻസ് എവിടേക്കോ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആജ്ഞചക്ര ഇപ്പം നിങ്ങളൊരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഓപ്ഷൻ ബി ആണ് ഉത്തരവെന്ന്. പക്ഷേ എവിടെ നിന്നൊക്കെയോ വരുന്ന ഓപ്ഷൻ സി ആണ്, എ ആണ്, ബി ആണ്. അപ്പം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചിന്തിക്കും, അയ്യോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ എ ആണോ, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, യു ആർ മേക്കിംഗ് റോങ് ഡിസിഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓവർ തിങ്കിങ് ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത്. അപ്പോൾ പല കാരണങ്ങൾ, നിങ്ങളുടെ കണ്ണൊരു ഉത്തരം പറയും, നിങ്ങളുടെ കാതൊരു ഉത്തരം പറയും, നമ്മുടെ ചെവി വേറൊരു ഓപ്ഷൻ പറയും. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് ആജ്ഞചക്ര അൺബാലൻസ് ആണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഗട്ട് ഫീലിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ശരിയെന്നും പറയും. മനസ്സിലായോ? ഉത്തരമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ചിലപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ശരിയെന്ന് നമുക്ക് ചുമ്മാ ഒരു തോന്നലും വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ആജ്ഞചക്ര അൺബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 5 ഉത്തരം വരും. അതേസമയം ആജ്ഞചക്ര നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 സെൻസസും ഒരാൾ ഒരേ സമയത്ത് ഉപയോഗിക്കും, കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കും. ഇത് 5 സെൻസസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോവുക. അതേസമയം ആജ്ഞചക്ര ബാലൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ 5 സെൻസസും കമ്പൈൻ ചെയ്ത് ഉപയോഗിച്ച് ഒരു ഉത്തരം, ഒന്നും പഠിക്കണ്ട. ഇപ്പം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോയി പഠിച്ചിട്ട് സയൻസിൻ്റെ പേപ്പർ കിട്ടിയാലും ആജ്ഞചക്രയും ബാക്കി സെൻസസ് ഉപയോഗിക്കുന്ന അറിയാനാണെങ്കിൽ അവൻ 40 മാർക്ക് വാങ്ങിക്കും. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മെഡിറ്റേഷൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരുന്ന്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹോമവും മന്ത്രവും പൂജയൊന്നും അല്ല ഞാനീ പറയുന്നത്. മെഡിറ്റേഷൻ എന്നുള്ള വാക്ക് നമ്മളിപ്പോൾ അങ്ങനെയായി നിങ്ങൾ കേൾക്കുന്നതാണ്. കണ്ണടച്ചിരുന്ന്
ലോകത്തു നിന്നൊക്കെ കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മളുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് നിങ്ങൾ എവിടുന്നാ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എവിടുന്നോ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആരോ പറയും ആ സുഖമാണ്, നിനക്കെന്തോ ഉണ്ട്, ചിലപ്പോൾ അത് നമ്മൾ തന്നെ പറയുന്നതായിരിക്കാം. അത് തന്നെയാണ് നമുക്ക് വേണ്ടുന്നത്. ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങളത് ചെയ്യുക. 2, സെൽഫ് എൻക്വയറി നടത്തുക. 3, എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾ ഏത് റൂമിൽ ചെന്നിരുന്നാലും അവിടെ മറ്റേ റീൽസിൽ കാണുന്ന പോലെ വാക്ക് ലൈക്ക് ഗോഡ് സെൻഡ് യു അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ മര്യാദയ്ക്ക് അവിടെ പോയിരുന്നാൽ മതി, പക്ഷേ ആ റൂമിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അവിടുത്തെ ലൈറ്റിങ്, അവിടുത്തെ എയർ ഫ്ലോ, അവിടുത്തെ ആളുകളുടെ വൈബ്, എക്സിറ്റ്, ഇതുപോലുള്ള 100 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും ഒരു ഫയർ അലാമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നാലോ, ഏത് വഴിയാണ് കാറ്റ് വരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത് പ്രശ്നം വന്നിട്ട് എനിക്ക് അറിയേണ്ട കാര്യമില്ല, എക്സിറ്റ് എവിടാണെന്ന് അറിയാം. അപ്പോൾ ബെറ്റർ ഡിസിഷൻസ് എടുക്കാം നിങ്ങൾക്ക്. സൊസൈറ്റിയിലും നിങ്ങൾക്കും നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആജ്ഞ ചക്ര ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടാണ് OHMMM എന്ന് ഇംഗ്ലീഷിൽ പറയും, സംസ്കൃതത്തിൽ ഓം എന്ന് പറയുന്ന ശബ്ദം, ഓം എന്ന് പറയുന്ന ചാൻറ്റ്. നിങ്ങൾ കണ്ണടച്ചിട്ട് ഓം എന്ന് പറഞ്ഞിട്ട് ആ MMMM വരൂലേ, അതെവിടാ വരുന്നതെന്ന് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ നെറ്റ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇത് ചന്തയിലോ ബസ് സ്റ്റാൻഡിലോ പോയിട്ടിരുന്ന് പറയേണ്ട കാര്യമില്ല. ഒരു റൂമിലിരുന്ന് കണ്ണടച്ചിരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ സെൻസസും അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഹാർമോണൈസേഷനും അത് കൂടാതെ നിങ്ങളുടെ ആജ്ഞ ചക്രയും വൈബ്രേറ്റ് ചെയ്ത് നിങ്ങളുടെ പീനിയൽ ഗ്ലാൻഡ് വൈബ്രേറ്റ് ചെയ്ത് കെട്ടിക്കിടക്കുന്ന പൊടിയും കാൽസ്യവും എല്ലാം ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് തട്ടി തുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവും. നിങ്ങളുടെ മായ കുറഞ്ഞ് വരും. നിങ്ങൾക്ക് മെറ്റീരിയൽ വേൾഡിലോട്ടുള്ള ഡിസയറുകൾ കുറഞ്ഞു വരും. നിങ്ങൾക്ക് ഞാനൊരു കാർ ലവറാണ്, ഞാനൊരു സ്നീക്കർ ഹെഡാണ്, ഇതൊക്കെ വട്ടാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ലവും കാര്യങ്ങളും ഒക്കെ കാണാം, പക്ഷേ ഇതൊന്നും അല്ല ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനുള്ള പവറുള്ള മനുഷ്യനുള്ള തലയാണ് നിനക്ക് തന്നത്. നീ ഏതെങ്കിലും കാറിനെ ഭ്രാന്തെന്നും പറഞ്ഞുകൊണ്ട് സ്വയം ഇങ്ങനെ ആവാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ആണുങ്ങൾക്ക് സ്നീക്കേഴ്സ്, ഒന്നിനോടും ഒരു ആസക്തി കാണിക്കല്ല. എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടം തോന്നുക, പക്ഷേ യു ഹാവ് അതർ സൂപ്പർ പവേഴ്സ് വിത്തിൻ യു. ഈ ഓരോ സാധനത്തിനോട് നമ്മൾ അട്രാക്റ്റ് ആവുന്നതും, ഞാൻ ഡൈ ഹാർഡ് ഫാനാണ്, അല്ലെങ്കിൽ ഡൈ ഹാർഡ് നിങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ആഗ്നേയ ചക്ര ഈസ് വേസ്റ്റ്. മനസ്സിലായോ? അങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പീനിയൽ ഗ്ലാൻഡ് ഡീകാൽസിഫൈ ചെയ്യാനുള്ള ഡയറ്റുകളുണ്ട്, ആ ഡയറ്റുകൾ എടുക്കുക. അതുപോലെ തന്നെ സൺ എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ രാവിലെ വരുന്ന റെഡ് വേവ്സ് നിങ്ങൾ സണ്ണിൽ നിന്ന് കണ്ണടച്ചായാലും കുഴപ്പമില്ല, കണ്ണ് തുറന്നാലും കണ്ണിൽ നേരെ പോയി സൂര്യനൊന്നും നോക്കരുത്, അടിച്ചു പോകും. നിങ്ങൾ കുറച്ച് നേരം വെയിലത്ത് നിൽക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തേർഡ് ഐ ഓപ്പൺ ആയി വരും. ഇനിയും തേർഡ് ഐയെ പറ്റി ഒരു ഫുൾ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. പീനിയൽ ഗ്ലാൻഡ് തേർഡ് ഐ എന്ന് പറഞ്ഞത് 2 ആഴ്ച മുന്നേ ആണ് ചെയ്തത്. അതാന്ന് തോന്നുന്നു നമ്മളുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട എപ്പിസോഡ്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. തേർഡ് ഐയെ പറ്റി ഒരു 1.5 മണിക്കൂർ സംഭാഷണമാണ്. നെവർ മിസ് ഇറ്റ്. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ചാക്ര പോയിന്റിലേക്ക് പോവാം. ലാസ്റ്റ് ചാക്ര പോയിന്റ് ആണ് ദ ക്രൗൺ ചാക്ര. ക്രൗൺ ചാക്രയ്ക്ക് വേറൊരു പേര് സംസ്കൃതത്തിൽ പറയുന്നത് സഹസ്രാര ചക്ര എന്നാണ് പറയുന്നത്. സഹസ്രാര ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. സഹസ്രാര ചക്ര എന്ന് പറഞ്ഞാൽ 1000 പെറ്റൽ ലോട്ടസ് എന്ന് പറഞ്ഞാൽ 1000 പെറ്റൽ ലോട്ടസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പെറ്റലിൽ തുടങ്ങി 6 ആയി 8 ആയി 10 ആയി 12 ആയി നമ്മൾ മുകളിലെത്തുമ്പോൾ 1000 പെറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരേപോലെ റേഡിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തീമാണ് അതിന് കൊടുത്തേക്കുന്നത്. ബിയോണ്ട് തോട്ട്, നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ്. നമ്മളുടെ ഫിസിക്കൽ റലത്തിന് വളരെ ദൂരത്തിലാണ് ഈ ചക്ര വരുന്നത്. എന്ന് പറഞ്ഞാൽ സഹസ്രാര ചക്ര എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇല്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എല്ലാം സെപ്പറേറ്റ് ആണെന്നുള്ളൊരു ഇല്യൂഷൻ നമുക്ക് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ മായ എന്ന് പറയുന്ന സാധനവേ ഇല്ല. ആജ്ഞചക്ര വരെ നമുക്ക് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. സഹസ്രാര ചക്ര അങ്ങനല്ല. നമ്മളുടെ ലൈഫ് ഇസ് ചേഞ്ച്. നമ്മൾ പിന്നെ വല്ല യോഗീസോ അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്ന ആളുകളോ ഒക്കെ ആയി പോവാൻ വളരെ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ
ഒരു ഇൻഡിവിജ്വൽ ആണെന്നുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ യൂണിവേഴ്സ് തന്നെയാണ്. യൂണിവേഴ്സിനെ നമ്മൾ വേറൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന് 2 കണ്ണുകളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ യു ആർ ജസ്റ്റ് വാച്ചിങ് എ മൂവി. എന്ത് സംഭവിച്ചാലും എനക്കൊന്നുമില്ല. ഈ സിനിമ തീരുമ്പോൾ അടുത്ത സിനിമ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ മിസ്റ്റിക്സും ഉപനിഷത്സും ഈ താന്ത്രിക്സും ഈ സ്റ്റേറ്റിനെ ഒരു പേരിട്ട് പറയുന്നുണ്ട്. നിർവാണ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോക്ഷ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് മെർജ് ചെയ്യുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിനെയാണ് നമ്മളുടെ സഹസ്രാര ചക്ര തുറന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം എന്ന് പറയുന്നൊരു സാധനമില്ല, സ്പേസ് എന്ന് പറയുന്നൊരു സാധനമില്ല. ഈ സമാധിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷ എന്ന് പറയുന്ന സാധനത്തിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ടൈം ഇല്ല, സ്പേസ് ഇല്ല, മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളൊന്നുമില്ല. നമ്മൾ പ്യുവർ അവെയർനെസ് ആണെന്ന് മാത്രമാണ് പറയുന്നത്. ഈ സഹസ്രാര നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമേ അല്ല. അത് എത്ര പേർക്ക് പറ്റുമെന്നുള്ളത് കഴിഞ്ഞ 1,00,000 വർഷത്തിൽ ചിലപ്പം 10, 20, 50, 100 പേർക്കായിരിക്കും പറ്റിയത്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ബ്ലോക്ക് ആയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറഞ്ഞു തരാം, കാരണം അത് നമ്മുടെ വേദാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനം റിയൽ ലൈഫിൽ ബ്ലോക്ക് ആയാൽ നമുക്ക് ഇപ്പം എന്തൊക്കെയാണ് തോന്നുന്നത്, എക്സാക്ട്ലി അതൊക്കെയാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മായയുടെ ട്രാപ്പിലാണ്. നിങ്ങൾക്ക് ഇപ്പം ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങളിപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ലോവർ റെലത്തിലിരുന്ന് സഹസ്രാര ബ്ലോക്കായിട്ടിരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നതും നിങ്ങളിത് കാണുന്നതും ഇവനിവിടെ ഇരിക്കുന്നതും എല്ലാം. മനസ്സിലായോ? അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സഹസ്രാര അൺലോക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കടലാണ്. അത് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ പറഞ്ഞു പോകാം. ഭഗവത്ഗീതയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, യൂണിവേഴ്സിനെ അതിൻ്റെ കളിക്ക് വിട്ടേക്കൂ. മനസ്സിലായോ? നീ ജീവിക്കരുത്, നീ നിൻ്റെ യൂണിവേഴ്സിൻ്റെ കളി കണ്ടുകൊണ്ട് പൊക്കോളൂ, അതിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സഹസ്രാരയിലോട്ട് വരും എന്നൊക്കെ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കും അറിയത്തില്ല. ഡിവിനിറ്റി അല്ലെങ്കിൽ ഹെവൻ അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ബുക്കുകളുണ്ട്. ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ നമുക്ക് ഈ സ്വർഗം അല്ലെങ്കിൽ ഹെവൻ എന്നൊക്കെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതും അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ റെലത്തിൽ വെച്ച് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ പ്യുവർ അവെയർനെസ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശരീരമില്ല, തോട്ട്സ് ഇല്ല, മൈൻഡ് ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പ്യുവർ അവെയർനെസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സംതിങ് ഹാസ് ടു ബി ദെയർ, അല്ലേ? അപ്പം നമുക്കത് പറ്റത്തില്ല. അപ്പം വേദിക് സിസ്റ്റത്തിൽ ഗരുഡ പുരാണയിലും വിഷ്ണു പുരാണയിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുന്നത് മോക്ഷ എന്നാണ്. മോക്ഷ അറ്റൈൻ ചെയ്യുന്നത് സമാധിയിലൂടെ നമുക്ക് മോക്ഷ അറ്റൈൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇതിനെയാണ് മോക്ഷ എന്നും സമാധി എന്നും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയാണ് പോകുന്നത്. 7 ചാക്ര സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എനിക്ക് ഇനിയും പറയാനുള്ള കാര്യങ്ങളെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പാർട്ട് 2 ഓഫ് ദ പോഡ്കാസ്റ്റ്, മോക്ഷ ആൻഡ് ഹൗ ടു അറ്റൈൻ ഇറ്റ്. അപ്പോൾ ഇതെങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയുന്നതിന് മുന്നേ നമ്മൾക്ക് എന്താണ് മോക്ഷ എന്നുള്ള കാര്യം അറിയണം. മോക്ഷം നേടുക അല്ലെങ്കിൽ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഹിന്ദുയിസത്തിലെയും ബുദ്ധിസത്തിലെയും ജൈനിസത്തിലെയൊക്കെ ദ ലാസ്റ്റ് അൾട്ടിമേറ്റ് ഗോളാണ്. ഒരു മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മതങ്ങളുടെ ഇതനുസരിച്ച്. അപ്പോൾ എന്താണ് മോക്ഷം എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് മോക്ഷ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞു തരാം. സോ മോക്ഷ ഈസ്റ്റേൺ റിലീജിയൻസിൽ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ഇതുപോലുള്ള പല റിലീജിയൻസിലും ഈ മോക്ഷ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അത് സംസ്കൃതം ടേമാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നിട്ട് മലയാളത്തിൽ പറയാം, ലിബറേഷൻ ഫ്രം സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനനവും പുനർജനനവും പുനർമരണവും പുനർജനനവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണെന്നും ആ പ്രോസസ്സിനെയാണ് നമ്മൾ സംസാര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടു കണ്ടിന്യൂ. ആ സംസാര ബ്രേക്ക് ചെയ്ത് നമ്മൾ മരിച്ചതിന് ശേഷം
തിരിച്ചു പോകുന്നതിന് പേര് പറയുന്നതാണ് മോക്ഷ. മോക്ഷം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, മോക്ഷം കിട്ടി, പോയി, ഫ്രീ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓൾ ഏൻഷ്യൻ വേദിക് കൾച്ചറിലും നോൺ വേദിക് കൾച്ചറിലും നമ്മൾ മിക്കതിലും പറയുന്നത് നമ്മൾ ജനിക്കുന്നു, അത് കഴിഞ്ഞ് മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു, എന്നിട്ട് ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മോക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിളിൽ നിന്ന് നമ്മൾ റിലീസാവും. നമ്മൾ ഈ സൈക്കിളിൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് ടോട്ടൽ ഫ്രീഡത്തിലേക്ക് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യും. എന്നിട്ട് നമുക്ക് ലൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, അത് കഴിഞ്ഞ് കുറേ നമ്മൾ അച്ചീവ് ചെയ്യും, അത് കഴിഞ്ഞ് കുറേ നമുക്ക് നഷ്ടപ്പെടും, പിന്നെ അത് പിന്നെയും നമ്മൾ അച്ചീവ് ചെയ്തെടുക്കും, പിന്നെ വേറെ കുറേ ആഗ്രഹങ്ങൾ വരും, എന്നിട്ട് അത് നമ്മൾ അച്ചീവ് ചെയ്യും, ചില അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, എന്നിട്ട് ഇതെല്ലാം ലൂസ് ചെയ്യും, പിന്നെയും ചിലപ്പോൾ അച്ചീവ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുവാണ് സംഭവിക്കുന്നത്? നമ്മൾ ചാവും, ആണോ? എന്നിട്ട് പിന്നെയും ജനിക്കും, ഒരു ഓർമ്മയില്ലാതെ, പിന്നെയും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് സഫറിങ് സൈക്കിൾ ആണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഈ ഒരു സംസാരം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മൾ ഈ ലോവർ റെലത്തിൽ ജനനം മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും ഇത് നമുക്ക് നിർത്തുന്നതാണ്, നിങ്ങളുടെ ലക്ഷ്യം നിർത്തി എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ഈ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മീനിങ്ലെസ് ആണ്. കാരണം ഇൻ ദ എൻഡ് നിങ്ങൾ എന്തായാലും മരിച്ചു പോകും. ഈ മരിച്ചു പോയതിന് ശേഷം നിങ്ങൾ ഈ ലോകം ഓർക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മരിച്ചതിന് ശേഷം ഈ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് പോലും അറിയത്തില്ല. ചിലപ്പം ഞാൻ ഇരുന്ന് പറയുന്നതും ഇവിടെ ഇരുന്ന് പറയുന്നതും നിങ്ങളുടെ ഫോണും എല്ലാം നിങ്ങളുടെ ഇമാജിനേഷൻ ആവാം, നിങ്ങൾ കാണുന്ന ഡ്രീം ആവാം ഈ ലോകം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പോലുമില്ല. ചിലപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഡ്രീമും ആവാം. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആകെ അച്ചീവ് ചെയ്യാൻ മീനിങ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, അത് മോക്ഷയാണ്. ദ എൻഡ് ഓഫ് ഓൾ സഫറിങ്സ്, എല്ലാ വിഷമത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും എൻഡ്. ആ എൻഡാണ് എല്ലാവരും സീക്ക് ചെയ്യേണ്ടതെന്നാണ് ഭഗവത്ഗീതയും ബുദ്ധിസവും ജൈനിസവും എല്ലാം പറയുന്നത്. അപ്പോൾ ഈ മോക്ഷയെപ്പറ്റി പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മോക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതോ സ്വർഗത്തിൽ പാരഡൈസിൽ പോവും, അവിടെ ക്ലൗഡിൻ്റെ മണ്ടേ ഇരിക്കും, അവിടെ ഫ്രൂട്ട്സ് വരും, പാല് വരും, തേൻ വരും, മാങ്ങ വരും, ഇവിടുന്ന് രക്ഷപ്പെട്ട്, ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ വേറെ ഏതോ പ്ലാനറ്റിൽ പോവും, അവിടെ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ മണ്ടത്തരമാണ്. ഭഗവത്ഗീത ചാപ്റ്റർ 18 വേഴ്സ് 15 പറയുന്നത്, ആഫ്റ്റർ അറ്റൈനിങ് മോക്ഷ എന്ന് പറഞ്ഞാൽ മോക്ഷ കിട്ടിയതിന് ശേഷം ദ ഗ്രേറ്റ് സോൾസ് റിട്ടേൺ ടു മീ ഫ്രം ദിസ് ടെമ്പററി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷ കിട്ടിയതിന് ശേഷം ദ ഗ്രേറ്റ് സോൾസ് എന്ന് പറഞ്ഞാൽ മഹാനായ സോൾസ്, ബോഡിയൊന്നും അവിടെ പറയുന്നില്ല, ബോഡിയൊന്നും ഇല്ല അവിടെ, സോൾസ് എൻ്റെ അടുത്തേക്ക് റിട്ടേൺ ചെയ്യും. എവിടുന്നാണ് റിട്ടേൺ ചെയ്യുന്നത്? ആ ടെമ്പററി വേൾഡിൽ നിന്ന്. ആ ടെമ്പററി വേൾഡ് എന്ന് പുള്ളി പറയുന്നത് നമ്മളുടെ ഈ ലോകമാണ്. ഇവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് സോൾസ് അവിടെ വരും. ആ ടെമ്പററി വേൾഡിൽ നിന്ന് എന്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് വരുന്നത്? ഫുൾ ഓഫ് മിസറി എന്ന് പറഞ്ഞാൽ ശല്യവും വിഷമവും ദേഷ്യവും അടിയും പിടിയും ശമ്പളവും EMI പ്രശ്നവും ലോണും സാങ്ഷനും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവിടുന്ന് വന്നില്ലെങ്കിൽ എന്താണ്? അടുത്ത ജന്മവും ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫ്. അപ്പോൾ അയാളെന്ന് പറയുന്നത് കൃഷ്ണൻ, പുള്ളി പിന്നെയും പറയുന്നുണ്ട്, മോക്ഷ ഈസ് നോട്ട് അബൌട്ട് എസ്കേപ്പിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ മോക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സാധനം രക്ഷപ്പെടുത്തി എസ്കേപ്പ് ചെയ്യുകയല്ല. ലൈഫ് എന്ന് പറയുന്ന സാധനം എസ്കേപ്പ് ചെയ്യാനുള്ളതൊന്നും അല്ല. പക്ഷേ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരുന്നതാണ് മോക്ഷ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ചെയ്യുന്നവനാണ് മോക്ഷ കിട്ടുന്നത്. മനസ്സിലായോ? യു ഹാവ് ടു പെർഫെക്റ്റ്ലി വിൻ ലൈഫ് ടു ഗെറ്റ് മോക്ഷ. അല്ലാതെ ഈ സഫറിങ് എൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പൊട്ടിച്ച് വെളിയിൽ പോകാമെന്നല്ല. ഇത് പഠിച്ച് കലക്കി ജയിച്ച് എക്സാം എഴുതി നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനാണ് മോക്ഷ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നിങ്ങളിപ്പോൾ ജന്മം എടുത്തേക്കുന്ന യൂണിവേഴ്സിലും ഈ ഫിസിക്സും ഈ ബയോളജിയും കാര്യങ്ങളും എല്ലാ സീക്രട്സും പഠിച്ച് മോക്ഷ എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി അറിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യുന്നവനാണ് യഥാർത്ഥ ദ ഗ്രേറ്റസ്റ്റ് സോൾസിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്തിനോ ഈ ലൈഫിൽ
മുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ദർ ഈസ് സംതിങ് മോർ, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ റീസൺ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ടെമ്പററി അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറകിൽ പോകുന്നത്. എന്ന് പറഞ്ഞാൽ റിയൽ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടും ആ അച്ചീവ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ ലോങ്ങിങ്ങും കൊണ്ടാണ് നമ്മൾ വേറെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്ത് എന്ത് അച്ചീവ് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതും മടുക്കും. കുറച്ച് നാൾ കഴിയുമ്പം ആ അച്ചീവ്മെൻറ്റിനും അർത്ഥമില്ലാതാവും. അതുകൊണ്ടാണ് നമ്മൾ എത്ര അച്ചീവ് ചെയ്താലും, ഈ മോക്ഷയെ പറ്റി അറിയാവുന്നവർ പ്രത്യേകിച്ച്, എന്ത് അച്ചീവ് ചെയ്താലും അവർക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പം അവർക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഓക്കെ കൊള്ളാം, ട്രോഫി ഇവിടെ ഇരിക്കട്ടെ, അത് അവർക്കറിയാം. ഇതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ദർ ഈസ് മോർ തിങ്സ് ടു അച്ചീവ്. അപ്പോൾ ഈ എല്ലാ ആളുകൾക്കും മോക്ഷ വേണമെന്നാണ് ഈ അറിയാവുന്നവരെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും സമാധാനം വേണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം പ്രശ്നങ്ങളാണ്. വെറുതെ പോയി വള്ളി പിടിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് എല്ലാവർക്കും വേണ്ടുന്നത് ഫ്രീഡമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾക്ക് പോയി അറ്റാച്ച് ആവുന്നത്. നമ്മൾ പുതിയ പുതിയ ആളുകളെ കണ്ടുപിടിച്ച് അങ്ങോട്ട് അറ്റാച്ച് ആവും. നമ്മൾ പുതിയ കാറിനെ കാണുമ്പോൾ കാറിനോട് അറ്റാച്ച്മെൻറ്റ് തോന്നും. എന്നിട്ട് നമ്മൾ പോയി ലോൺ എടുക്കും. എന്നിട്ട് ആ ലോൺ അടക്കാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോകും. എന്നിട്ട് ആ ജോലിക്ക് പോകാൻ വേണ്ടി നമ്മൾ വേറൊരു ചെറിയ ബൈക്ക് എടുക്കും. ഈ വട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പീസ് വേണം, നമുക്ക് പക്ഷേ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫ്രീഡം വേണം, പക്ഷേ നമ്മൾ അറ്റാച്ച്മെൻറ്റ് അഡിക്റ്റാണ്. അപ്പോൾ ഭഗവത്ഗീത ചാപ്റ്റർ 7 വേഴ്സ് 19 പറയുന്നുണ്ട്, മെനി ബർത്ത്, ഒത്തിരി ബർത്തുകൾ, ഒത്തിരി മരണങ്ങൾ, ഒരു ലൈഫ് ടൈം ഫുൾ ഓഫ് സീക്കിങ്, ഒരു ലൈഫ് ഫുള്ള് നമ്മൾ സീക്ക് ചെയ്താലും നമുക്ക് കുറച്ച് നോളജേ കിട്ടത്തുള്ളൂ. ആ കുറച്ച് നോളജ് കൊണ്ട് നമ്മൾ ഒരു ഗ്രേറ്റ് സോൾ ആവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രേറ്റ് സോൾ ആവുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഭഗവത്ഗീത വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മോക്ഷ അറ്റൈൻ ചെയ്യാൻ നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസയറിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. നമ്മൾ എല്ലാം ഡിറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതമേ ഇല്ല. എനിക്കൊന്നും വേണ്ടല്ലോ, എല്ലാം ഡിറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ? അങ്ങനെ ഈ കസേര, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇതെല്ലാം ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയല്ല അതിനെപ്പറ്റി പറയുന്നത്. ആ വേഴ്സ് നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കുക, പക്ഷെ ഒന്നിനോടും പോയി ക്ലിങ് ചെയ്ത് ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒന്നിനോടും ഒബ്സസ്ഡ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലിക്ക് പോവാം, പക്ഷേ നിങ്ങൾക്ക് ജോലിയിൽ പോയി ചെയ്യുന്ന കർമ്മ അല്ലെങ്കിൽ ധർമ്മ കൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ടുമായിട്ട് നിങ്ങൾ ഒബ്സസ്ഡ് ആവാതിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക, എന്നിട്ട് എണ്ണീറ്റ് പോവുക. അതുകൊണ്ടുള്ള റിസൾട്ടുമായിട്ട് നിങ്ങൾ ഡിറ്റാച്ച് ആവുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, നല്ല സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവുക. പക്ഷേ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആവാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ അഡിക്റ്റാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാതിരിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിലെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പക്ഷേ ഡിറ്റാച്ച്ഡ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിലെ ഒരു കാര്യവും നമുക്ക് ഓൺ ചെയ്യാതിരിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ നമ്മൾ മനസ്സ് തുറന്നങ്ങ് സ്നേഹിച്ചോ, എത്ര പേര് സ്നേഹിച്ചോ, പക്ഷെ നമ്മളെ അത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്കൊന്നും തോന്നാൻ പാടില്ല. അങ്ങനെയുള്ളവനാണ് ദ ഗ്രേറ്റസ്റ്റ് സോൾ. സ്നേഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹവും വേണം, എന്നാൽ ന്യൂട്രൽ ഇമോഷൻ ആയിരിക്കണം. ഇട്ടിട്ട് പോയാൽ ഏറ്റവും കൂടുതൽ വിഷമം വരും, എന്നാൽ ന്യൂട്രൽ ഇമോഷൻ ആയിരിക്കണം. അപ്പോൾ പുള്ളി ഭഗവത് പുരാണയിൽ പറയുന്നുണ്ട് മോക്ഷ കിട്ടാൻ ഡിഫറെൻറ്റ് പാത്തുകൾ ഉണ്ടെന്ന് പറയുന്ന ഒരു 3 പാത്തുകൾ പുള്ളി പറയുന്നത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് കർമ്മയോഗയാണ് ആദ്യത്തെ പാത്ത്. എന്ന് പറഞ്ഞാൽ ദ പാത്ത് ഓഫ് സെൽഫ്ലെസ് ആക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഡ്യൂട്ടിയുമായിട്ട് ഡിവോട്ട് ആവുക. നമ്മുടെ ലിവിങ് ലൈഫ് വിത്ത് അറ്റാച്ച്മെൻറ്റ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു കാര്യം എടുത്ത് നമ്മൾ അതിലോട് അറ്റാച്ച് ആവാതെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ഷൻ ഒന്നും പേഴ്സണൽ ആവാൻ പാടില്ല. എവറി ആക്ഷൻ ഈസ് ജസ്റ്റ് നീഡഡ്. എന്തോ അവിടെ ആവശ്യം അത് ചെയ്തു കൊടുക്കുക. ചാപ്റ്റർ 9:28 പറയുന്നുണ്ട്, ബോണ്ടേജ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒരു റിസൾട്ടിനെ പറ്റി ആലോചിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ മോക്ഷയിലോട്ട് ഒരു സ്റ്റെപ്പ് ക്ലോസറായിട്ട് വരുമെന്നാണ്. ഇതുപോലെ ചിലപ്പോൾ 1000കണക്കിന് സ്റ്റെപ്പ് വെക്കുമ്പോഴായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ആക്ഷൻ വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ്,
ലീഡ്സ് ടു ലിബറേഷൻ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. രണ്ടാമത്തെ മാർഗം പുള്ളി പറയുന്നത് ഭക്തി യോഗ എന്നാണ് പറയുന്നത്. ദ പാത്ത് ഓഫ് ഡിവോഷൻ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനോടും ഡിവൈനായിട്ടേ ആയിരിക്കണം. ഞാൻ ഇവനോടും ഡിവൈനായിട്ട് പെരുമാറണം, ഞാൻ നിങ്ങളോട് ഡിവൈനായിട്ട് പെരുമാറണം, ഞാൻ എല്ലാവരോടും എന്തിനോടും, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനോടും, ഞാൻ കഴിക്കുന്ന ഫുഡിനോടും എല്ലാത്തിനോടും ഞാൻ ഡിവൈനായിട്ട് ഒരു ചോദ്യവും ഇല്ലാതെ ഞാൻ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഉത്തരവും വേണ്ട എന്നുള്ള രീതിയിൽ പ്യുവർ വർഷിപ്പ് ഓഫ് ലൈഫ് ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് മോക്ഷയിലേക്കുള്ള പാത തുറന്നു വരും. മൂന്നാമത്തെയാണ് ജ്ഞാനയോഗ. ജ്ഞാനയോഗ എന്ന് പറഞ്ഞാൽ ദ പാത്ത് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഇൻ ടു നേച്ചർ ഓഫ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പം എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാളോട് ഒരു 10 ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഓക്കെ ഇലക്ഷൻ ആര് ജയിച്ചു, അല്ലെങ്കിൽ ഇന്നലെ ഏതാ കാറ് വന്നത്, അല്ലെങ്കിൽ നീ ഇട്ടേക്കുന്ന ഷൂ ഏതാ, അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സ് കൊള്ളാലോ, ഇത് ലൂയിസ് ഫിലിപ്പാണോ, ഇതുപോലുള്ളൊരു 10 ചോദ്യം ചോദിക്കും. ഇവനല്ല നോളജ്, അല്ലെങ്കിൽ ഇവളല്ല നോളജ് സീക്കർ. നോളജ് സീക്കർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ ചന്ദ്രൻ എന്താ ഇന്ന് രാത്രി വരുന്നത്, ഈ സൂര്യൻ എന്തിനാ ചുറ്റും കറങ്ങുന്നത്, ഈ വേറെ പ്ലാനറ്റ്സ് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയുടെ റിയാലിറ്റി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്ത് പോകണം. ആ മൈൻഡ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഫസ്റ്റ് ക്ലൂ ആണ് യു സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നെന്നും അയാളൊരു ജ്ഞാനയോഗിയാണെന്നും അയാൾ ഈ പറയുന്ന മോക്ഷയിലേക്കുള്ള പാത തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതെല്ലാം പറഞ്ഞിട്ട് വേറൊരു കാര്യവും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ പാത്തുകളൊന്നും വേറെ വേറെ വഴിയിലോട്ടോ മോക്ഷയിലോട്ടോ പോകുന്നതല്ല. എന്ന് പറഞ്ഞാൽ മോക്ഷ എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ വലത്തുകൂടെ ആ മൗണ്ടൻ്റെ മുകളിലോട്ട് പോകുന്നതാണ് കർമ്മയോഗ, നേരെ ഹൈക്ക് ചെയ്ത് പോകുന്നതാണ് ഭക്തിയോഗ. അതേസമയം ലെഫ്റ്റിൽ കൂടെ വേറൊരു വഴിയുണ്ട് നദിയുടെ തീരത്തൂടെ, അതാണ് നമ്മുടെ ജ്ഞാനയോഗ. ഈ മൂന്ന് വഴികൾ മാത്രമാണ്. ഈ വഴികളിൽ കൂടെ സഞ്ചരിച്ച് നിങ്ങൾ നടന്ന് പോകും തോറും മാത്രമേ ഈ മുകളിലിരിക്കുന്ന സാധനം എന്താണെന്നും മുകളിൽ എത്തുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി പഠിച്ച് പോകുന്ന വഴിയെ പഠിക്കാൻ പറ്റൂ. ഈ മലയുടെ മുകളിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. നിങ്ങളൊരു 5 വർഷം നടക്കുമ്പോഴായിരിക്കും മലയുടെ ടോപ്പിനെ പറ്റി നിങ്ങൾ കാണുന്നതും ഇത് ഏത് കളറാണെന്നും ഇത് എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നടക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരുന്നത്. അപ്പോൾ മലയുടെ മുകളിൽ എന്താണെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ടെങ്കിൽ അതൊരു ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു തരുവാണെങ്കിൽ ആബ്സല്യൂട്ട് സറണ്ടർ. നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ എന്തൊക്കെ നമുക്ക് വാല്യുബിൾ ആയിട്ടുണ്ടോ അതെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് മോക്ഷ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷ കിട്ടിക്കഴിയുന്ന സ്ഥലത്തിനെ പറ്റി അപ്പം ആരോ പുള്ളിയോട് ചോദിക്കും. ഒരു ക്യൂരിയോസിറ്റി, എനിക്കിപ്പോൾ ക്യൂരിയസ് ആയ പോലെ മോക്ഷ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മോക്ഷ നിർവാണ ഓർ ഹെവൻ, അവിടെ സൂര്യനോ ചന്ദ്രനോ ഇല്ല, അവിടെ തീയോ വെളിച്ചമോ വെള്ളമോ ഇല്ല, അവിടെ വന്ന ആളുകൾക്ക് ഒരിക്കലും തിരിച്ചു പോകാനും പറ്റില്ല. ഇത്രയും കാര്യങ്ങളെ പുള്ളി മോക്ഷ എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ. സൂര്യനോ ചന്ദ്രനോ ചൂടോ വെള്ളമോ വെളിച്ചമോ ഒന്നും ഇല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ പ്ലേസ് അല്ല. അത് നമുക്ക് വെറുതെ ചാടി കയറി പോയി ഇരിക്കാൻ പറ്റുന്നൊരു പ്ലേസ് അല്ല. അതൊരു സ്റ്റേറ്റാണ്. അതൊരു ബീയിങ് ഓഫ് എ സ്റ്റേറ്റാണ്. നമുക്ക് ബോഡി ഇല്ല, നമുക്ക് മൈൻഡ് ഇല്ല, നമുക്ക് തോട്ട്സ് ഇല്ല, നമുക്ക് ആങ്സൈറ്റി, നമ്മളൊക്കെ ഒന്നുമില്ല. നമുക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ പറഞ്ഞു നിർത്താനേ പറ്റത്തുള്ളൂ. അതിന് കൂടുതൽ എനിക്കും അറിയത്തില്ല, ഭഗവത്ഗീതയ്ക്കും അറിയത്തില്ല, ബൈബിളിനും അറിയത്തില്ല, ഖുറാനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഗുരുസും സിദ്ധന്മാരും ഒക്കെ മരണത്തിൻ്റെ സമയമാകുമ്പോൾ കേവിലൊക്കെ പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റിൽനെസ്സിൽ ഒരു തോട്ടുമില്ലാതെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ് മരണത്തിന് മുന്നേ ഇരിക്കുന്നത്. എന്തിനാണ്? ഡ്രീം സ്റ്റേറ്റിലോട്ട് പോയിട്ട് ആ സ്റ്റേറ്റിലേക്ക് പോകാൻ. അപ്പോൾ നെവർ റിട്ടേൺ ടു ദ ബോഡി എന്നാണ് വേണ്ടുന്നത്. അപ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മങ്കീസ് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്കറിയാം, കുരങ്ങന്മാരെന്ന് പറയും. നിങ്ങൾക്ക് കുരങ്ങന്മാർ ഒന്നെങ്കിൽ കരണ്ട് അടിച്ചത് അല്ലെങ്കിൽ വണ്ടി കയറി എൻ്റെ ഡെഡ് ബോഡിയെ കിട്ടും. പ്രായമായ മരിച്ച കുരങ്ങനെ നിങ്ങൾക്ക് കാണാനോ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാർ മരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും വലിയ ഗുഹകളുടെ ഉള്ളിൽ പോയി ഒറ്റയ്ക്കിരിക്കും. ഇത് സത്യമായ കാര്യമാണ്.
കുരങ്ങന്മാർ ഗുഹകളിൽ പോയി മരണത്തിന് മുന്നേ ഇരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, കുരങ്ങന്മാർക്ക് അവർ മരിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 2, അവർക്ക് ഈ മോക്ഷയെ പറ്റിയോ മരണത്തിനെ പറ്റിയോ ഹയർ ലൈഫിനെ പറ്റി എന്തോ ഐഡിയ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ആക്ച്വലി ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. ഇത് ചിലവർക്ക് 10,000 കണക്കിന് ലൈഫ് ടൈം എടുക്കും. 10,000 വട്ടം റീബർത്ത് ചെയ്യണം. ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം പഠിച്ചതിന് ശേഷം ചാക്ര ബാലൻസ് ചെയ്യണം മോക്ഷ അറ്റൈൻ ചെയ്യാൻ വേണ്ടി. ചില ആളുകൾക്ക് 1 കോടി വട്ടം ഇത് റീബർത്ത് നടന്നാൽ പോലും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ചാനൽ കാണുന്നവർക്ക് ഈ മോക്ഷയെ പറ്റി നിങ്ങൾക്കൊരു വാക്കെങ്കിലും അറിയാമെങ്കിൽ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാത്തിലാണ്. ചിലപ്പോൾ അടുത്ത ലൈഫിൽ, അല്ലെങ്കിൽ ഈ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു 10 ലൈഫിൽ, അല്ലെങ്കിൽ ഒരു 100 ലൈഫിൽ നിങ്ങൾക്കിത് അറ്റൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചാക്ര ആക്ടിവേഷനെ പറ്റിയും നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും കൂടി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗുഹയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഗുഹയിൽ പോയി ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡാർക്ക് കേവാണ്. സൗണ്ടുകളില്ല, ഡിസ്ട്രാക്ഷൻ ഇല്ല, ഡിസ്റ്റർബൻസ് ഇല്ല, തോട്ട്സ് ഇല്ല. അപ്പം അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് നിങ്ങളുടെ മനസ്സ് ശൂന്യമാണ്. നമ്മൾ ഡെത്തിൽ എന്ത് ഡ്രീമാണോ കാണുന്നത്, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡ്രീം കാണുമ്പോൾ ഡ്രീം ലൈഫിലോട്ട് പോകുന്ന പോലെ, ഡെത്തിൻ്റെ സമയത്ത് ഏത് ഡ്രീമാണോ കാണുന്നത് ആ ലൈഫിലോട്ട് എൻ്റർ ചെയ്യും, തിരിച്ചു വരത്തില്ല. അപ്പോൾ ഒരു തോട്ടും ഇല്ലാത്ത സമയത്താണ്, ഒരു ഡ്രീമും ഇല്ലാത്ത സമയത്താണ് ഡെത്ത് നടക്കുന്നതെങ്കിൽ യു എസ്കേപ്പ് എസ് പ്യുവർ കോൺഷ്യസ്നസ്. നിങ്ങൾക്ക് മോക്ഷ കിട്ടും. അതുകൊണ്ടാണ് ആളുകൾ സമാധി ഇരിക്കുന്നത്, ഗുഹകളിലും കാര്യങ്ങളിലും ഒക്കെ പോയി സമാധി ഇരിക്കുന്നത്. അപ്പോൾ സമാധി ഇരിക്കുന്നതെന്ന് പറയുന്ന ആള് കഴിഞ്ഞ 1 കോടി വർഷമായിട്ട് ട്രെയിൻ ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന നോളജ് ഈ ജന്മത്ത് നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന കണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമെങ്കിൽ സഹായം ചെയ്ത് കൊടുക്കുക. ദയവീത് അയാൾ ഉപദ്രവിക്കാനോ അയാളുടെ കുഴി തോണ്ടാനോ അയാൾ ഇരുന്ന അമ്പലം പൊളിച്ച് TV-യിലിട്ട് ടിക്ടോക്ക് കാണിക്കാനോ നിൽക്കരുത്. അതൊക്കെ വൃത്തികേടാണ്. അതൊക്കെ നിങ്ങളുടെ കർമ്മ അടുത്ത ഒരു 10 കോടി വർഷത്തേക്ക് അടിക്കും. അപ്പത്തേക്കും സോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത് ഞങ്ങളുടെ ഒരു ടേക്ക് ആണ്. അപ്പോണന്റ് ഹിസ് നോളജ്, ഹിസ് റിസർച്ച്, അതൊക്കെ ഒന്ന് എന്താ പറയണ, വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബുക്കും കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് എവിടെ ഇരിക്കുന്നത്. ഫ്രം മിത്തോളജിക്കൽ ബുക്സ് ടു ആൻസെസ്ട്രിയൽ സ്പീക്കിങ്സ്, അതെല്ലാം ഞങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുവന്നത്. ഓഫ് കോഴ്സ് ദിസ് ഇസ് ഞങ്ങളുടെ പാത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. മേ ബി there is no rule to live life. യെസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നിങ്ങൾക്ക് മോക്ഷ കിട്ടണോ മോക്ഷ കിട്ടണ്ടയോ ഇപ്പം അതൊന്നും നിങ്ങൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. വേറൊരാളെ ശല്യപ്പെടുത്താതെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ. പിന്നെ റൂട്ട് ഓഫ് ഓൾ കോസ് ആൻഡ് ലോസ് ഈസ് അറ്റാച്ച്മെന്റ്. ട്രൈ ടു ബിക്കം ഡിറ്റാച്ച്ഡ് സോ ദാറ്റ് നിങ്ങൾക്ക് 1 കോടി ജന്മം എന്നുള്ളത് ഒരു 1/2 കോടി ജന്മത്തിലേക്കോ 10 കോടി ജന്മത്തിലേക്കോ ഒക്കെ കുറയ്ക്കാൻ പറ്റും. സോ ഗൈസ്, അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുവാണ്. യെസ്, ശ്രീ ഹിയർ. ജയ് ഹിന്ദ് ഗൈസ്, ബൈ. Subscribe.